കൊല്ലും പിടിയുണ്ടാവില്ല, ഒഴിക്കാൻ തുമ്പി ഉണ്ടാവില്ല നീണ്ട. ഇനി അതേസമയം നേരത്തെ തൊട്ട് പിറകിൽ അബാരീഖ്, ഇബ്രീഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ തൂക്കിപ്പിടിക്കാൻ ഒരു പിടിയും ഉണ്ടാവണം, ഒഴിക്കാനൊരു തുമ്പിക്കൈ പോലെയുള്ള ഒരു തുമ്പി, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് ഇബ്രീഖ് എന്ന് പറയാ. അപ്പൊ അത്തരം പാത്രങ്ങൾ, അത് പലതരത്തിലുള്ള പാത്രം ഉണ്ടാവും, ഒരു പാത്രം മാത്രമല്ല. ആ പാത്രങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അക്വാബ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലാ ഉറുവത ലഹാ വലാ ഖുർതൂം. അബാരീഖ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലഹു ലഹാ ഉറുവതുൻ വ ഖുർതൂം. ഇതൊക്കെ ഉള്ളതാണ്. നമ്മുടെ മൂളിയെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ വെള്ളമൊഴിച്ച് കേൾക്കുന്ന ഈ കിണ്ടിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് പിടുത്തവും കൂടെ ഉണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ എന്നാണ് ഈ ഭാഷ കൊണ്ട് മനസ്സിലാകുന്നത്. ഏതായാലും സംഗതി ശരി. ജഗ്, ജവന, കഅ്സ്, ഗ്ലാസ്, കുടിക്കാനുള്ള കപ്പ്. മിമ്മഴീൻ, ശുദ്ധമായ കള്ളിന്റെ കപ്പുകളാണ് അവർക്കുള്ളത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഗ്ലാസ്, കഅ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, വെള്ളം നിറച്ചു വെച്ച ഗ്ലാസ്, അതിനാ പറയാ. കാലി ഗ്ലാസ് അല്ല. പാർന്നിങ്ങനെ കൊണ്ടു നടക്കുക, ഏതാ വേണ്ടത് ആർക്കാ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ ഓടി നടക്കും നമ്മുടെയൊക്കെ അടുത്ത്. പാത്രങ്ങൾ വേറെയുണ്ട്, തീർന്നാൽ ഒഴിച്ചു തരാൻ ഇനിയും പാത്രമുണ്ട്. ഒരു ഗ്ലാസ് ഇങ്ങനെ എപ്പോഴും റെഡിയാണ്. ഗ്ലാസ്സിൽ അത് ഉണ്ടാകുമ്പോഴേ കഅ്സ് എന്ന അറബിയിൽ പറയേണ്ടേ ഉള്ളൂ, അതില്ലെങ്കിൽ ഖദഹ് എന്നാ പറയുക കപ്പിന്. ഗ്ലാസ്സിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഖുർആനിൽ എവിടെയൊക്കെ കഅ്സ് പറഞ്ഞിട്ടുണ്ടോ അവിടെ പാനപാത്രം മാത്രമല്ല പാനീയവും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ ബൈളാഅ ലദ്ദത്തിൻ ലിശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. സൂറത്തു സാഫാത്ത് 44. അല്ലാഹു തആല പറഞ്ഞു, യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ, നല്ല ശുദ്ധമായ കള്ളിന്റെ പാത്രം, അതാ കള്ളിന്റെ കപ്പുകൾ, അതുമായിട്ട് അവരിങ്ങനെ നടക്കും. ബൈളാഅ, വെളുത്ത കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, തെളിഞ്ഞ കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ കള്ള്, ചമർപ്പുള്ളതല്ല, കയ്പുള്ളതല്ല, കുടിക്കാൻ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള കള്ളാണ്. ലദ്ദത്തിൻ ലിശാരിബീൻ, ഭൂമിയിലെ കള്ള് പോലെയല്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ, അത് കുടിച്ചാൽ തോന്നിവാസം പറയില്ല. ഇവിടെ ഒരു തുള്ളിയുടെ അകത്ത് ചെല്ലുമ്പോഴേക്ക് ലക്ക് തെറ്റാൻ തുടങ്ങും, അതുണ്ടാവില്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും യുൻസഫൂൻ, മസ്ത് പിടിക്കുകയുമില്ല. ഇത് രണ്ടുമില്ല. ഇതാണ്, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അത് കുടിച്ചു എന്ന് കരുതി ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. വലാ യുൻസിഫൂൻ, അതുപോലെ തന്നെ മസ്തു പിടിക്കുകയും ഇല്ല. രണ്ടും ഉണ്ടാകില്ല. തലവേദന എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ്. ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ് ഒരു നേരിയ തോതിലുള്ള തലവേദന. അതുപോലും ഉണ്ടാകൂല. പിന്നെ അല്ലേ മസ്താകല, അതും ഉണ്ടാകൂല. രണ്ടും ഉണ്ടാവില്ല. കുടിക്കുന്തോറും ലദ്ദത്തിൽ ലിശാരിബീൻ, ആനന്ദം ഇങ്ങനെ കൂടി വരികയാണ്, സന്തോഷം ഇങ്ങനെ കൂടി വരികയാണ്, ആരോഗ്യം ഇങ്ങനെ കൂടി വരികയാണ്. ഇതാണ് സ്വർഗീയ കള്ള്. പക്ഷേ ആ സ്വർഗത്തിലെ കള്ള് കുടിക്കണോ? സ്വർഗത്തിലെ കള്ളും ഭൂമിയിലെ കള്ളും, ഭൂമിയിലെ കള്ളിലെ സൈഡ് എഫക്റ്റുകളൊന്നും നാളെ സ്വർഗത്തിലെ കള്ളിൽ ഉണ്ടാകൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ദുനിയാവിലെ കള്ളിൽ 4 കാര്യമുണ്ട് മഹാനവറുകൾ പറഞ്ഞു. ഒന്ന് അസക്കർ, ഒന്ന് തല കറങ്ങ, കുടിക്കുമ്പോഴേക്ക് തുടങ്ങും കറക്കം, അത് ദുനിയാവിന്റെ കള്ളിന്റെ പോരായ്മയാണ്. പിന്നെ വസ്സുദാ, തലവേദന, വൽ ഖൈഉ, ഛർദിക്കുക, വൽ ബൗലു, മൂത്രിക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞല്ലേ, കുടിച്ച് പാത്തി അടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മളെ ഭാഷയിൽ പറയണ. ഇവിടെ കുടിച്ചാണ്ടാണ് അതാ, ഒന്ന് നന്നായി മൂത്രമൊഴിക്കും, കുടിച്ച് ഛർദിച്ചൊക്കെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ തലവേദന എടുക്കലും മസ്തും. ഈ 4 കാര്യവും വലൈസത്ത് ഫീ ഖംറി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശികളുടെ കള്ളിലില്ല. ബൽ ഹിയ ലദ്ദത്തും ബിലാ അദൻ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, സ്വർഗ്ഗത്തിലെ കള്ള് ലദ്ദ, അത് ആനന്ദമാണ്. ബിലാ അദാ, യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത.
എന്തെങ്കിലും ഒരു പോരായ്മ, ഇവിടെ എന്തൊക്കെ ശല്യം ഉണ്ടോ ആ ശല്യം ഒന്നും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാക്കാതുള്ള ആനന്ദം, അതാണ് സ്വർഗീയ കള്ള്. അപ്പൊ കുടിക്കാം. ഇത് ഞാൻ പറയാൻ കാരണം ചിലർക്കൊക്കെ തോന്നും ബി അക്വാബിംബ അബാരിക്കവക്ക് സിമ്മി മഴ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുഖം ചൊളിക്കുന്നവരുണ്ടാവും. ഉസ്താദെ കള്ളുടിക്കാനാ പത്രയൊക്കെ ഇടങ്ങേറാണ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓൽക്ക് ആ വിഷമാണ് തീരും ഈ ആയത്ത് പറയുന്നതോടുകൂടി. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല, അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല. മാത്രവുമല്ല, ഈ മക്കൾ കറങ്ങി നടക്കുമ്പോൾ ഇത് മാത്രമല്ല ഉള്ളത്. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വൈതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. അവിടെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കെസ് എന്ന് പ്രയോഗിക്കുമ്പോൾ മാത്രമേ എന്താ ഉള്ളത് എന്ന് പറയുള്ളൂ. മറ്റേത് അങ്ങനെ ഉള്ളത് പറഞ്ഞോളന്നില്ല എപ്പോഴും. ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. വെള്ളിപ്പാത്രങ്ങളും അതുപോലെ തന്നെ ജഗ്ഗുകളുമായിട്ട് അവരിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അവിടെ എല്ലാമുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞില്ലേ എല്ലാമുണ്ട് എന്ന്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞു 4 തരത്തിലുള്ള നദികളുണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഏതൊക്കെയാണ്? ശുദ്ധമായ തേനിന്റെ കള്ളുണ്ട്, തേനിന്റെ നദിയുണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായ ജലത്തിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് കള്ളിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് പാലിന്റെ നദിയുണ്ട്. ഇതൊക്കെ നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് തരുന്നതാണ്. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അൻഹാറും മിൻ അസൽ, തേനിന്റെ നദികള്. അതുപോലെ തന്നെ ലബന്, പാലിന്റെ നദികള്. ആറുകൾ, 4 തരത്തിലുള്ള ആറുകളുമുണ്ട്. പാലുണ്ട്, തേനുണ്ട്, കള്ളുണ്ട്, ശുദ്ധജലമുണ്ട്. ഈ ആറുകളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞു. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു ആ കാര്യം പറയുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊക്കെ കൊണ്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുക. ഏതാ വേണ്ടത് മക്കളെ? പാലാണോ തേനാണോ? എന്താ വേണ്ടതെങ്കിൽ തരാം. നോക്ക് നിങ്ങൾ, എത്ര ഭംഗിയുള്ള ലോകമാണ് സ്വർഗം. ഈ ചെറിയ പയ്യന്മാരുടെ സപ്ലൈ കാണാൻ ഹരമുള്ള ഒന്നാണ്. ഒരേ യൂണിഫോം ധരിച്ച് അവരിങ്ങനെ ഓടി നടക്കുന്ന സുമുഖന്മാരായ പയ്യന്മാർ. പക്ഷേ എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇത്തരുണത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചെറുപ്പക്കാരോട് പ്രത്യേകം പറയട്ടെ, ഇന്നത് പറയാൻ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാലം. എന്തേ കാരണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു വാക്ക് കേൾപ്പിക്കട്ടെ. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ വമാത വലം യതുബ് മിൻഹാ വഹുവ മുദ്മിനുഹാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുനിയാവിൽ വെച്ച് കള്ള് കുടിച്ചവന് സ്വർഗീയ കള്ള് കുടിക്കാൻ പറ്റില്ല. സദഖ റസൂലുള്ളാഹി. ഇത് പറയൽ വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. എന്തേ കാരണം? ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും കുടിച്ച് കൂത്താടുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലോ കുറ്റം പറയുന്നത്, നിങ്ങൾ വിഷമിക്കരുത്. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരിൽ നല്ല ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുപോയി കേൾക്കുമ്പോൾ ഇതുള്ളവരാണ്. ഞാൻ അതേക്കുറിച്ച് ഈ നോമ്പിന് താനൂർ വെച്ചൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. മദ്യപാനവും ലോട്ടറിയും എന്നൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വിശദ വിവരത്തിന് നിങ്ങളത് കേൾക്കുക. ഇവിടെ ഒന്നും ഇങ്ങനെ പരാമർശിച്ചു പോകാനേ പറ്റൂ. കാരണം ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് അതിൻ്റെ സംഭവങ്ങളും ആയത്തുകളും ഹദീസുകളും താക്കീതുകൾക്ക് കാതോർക്കുമ്പോൾ എന്ന 5 ദിവസത്തെ പ്രഭാഷണമായിരുന്നു. അതിൽ ഓരോ ദിവസം ഓരോ വിഷയങ്ങളാണ്. ലൈംഗിക അരാജകത്വമുണ്ട്, അതോടൊപ്പം ഒരു വിഷയം ഇതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, മദ്യപിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇന്ന് മദ്യപിക്കാത്ത സഹോദരന്മാർ വളരെ ചുരുക്കമാണ് മുസ്ലിം ഉമ്മത്തിൽ. അത് കുറവാണ്. എൻ്റെ നാട്ടിലൊരു സുഹൃത്തുമായിട്ട് ഒരിക്കൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ ഉസ്താദ് ഇപ്പൊക്കെ നാമ വെക്കാത്തവരുണ്ടോന്ന്. ഒരു ശൈലിയാണൊക്കെ. നാമ വെക്കാത്തവരുണ്ടോന്ന്. അതില്ല. ഒന്ന് നോക്കാത്തവർ, ഒന്ന് നാവിൽ വെച്ച് രുചി നോക്കാത്തവരാരുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ നിരത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പല ഭാഗത്തും ചെന്ന് നമ്മൾ മദ്യപാനികളുടെ ലിസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പള്ളി പ്രസിഡന്റിന്റെ മകൻ, പള്ളി സെക്രട്ടറിയുടെ മകൻ, കാര്യപ്പെട്ട ആളുകളാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതത്ര ശരിയല്ലേ? സയതി അലന്നാസി സമാൻ യശ്റബൂന ഫീഹിൽ ഖുമൂർ വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്ത് ഒരു കാലം വരുന്നുണ്ട് എൻ്റെ ഉമ്മത്തിന്, അന്നവർ മദ്യപിക്കും. പക്ഷേ വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മദ്യത്തിന്റെ പേരായിരിക്കൂല അവരതിന് പറയാം. വിദേശ മദ്യങ്ങളുടെ പേരുകൾ നല്ല ഓമന പേരായിരിക്കും. കള്ള് എന്ന് പറയൂല.
നല്ല ഓമനപ്പേര്, വിദേശ മദ്യങ്ങളുടെ നല്ല നല്ല ഓമനപ്പേര് ഇങ്ങനെ വിളിക്കും. വയുസമ്മൂനഹാ ബിഗൈരിസ്മിഹ, അതിന്റെ പേരായിരിക്കൂല അവരതിന് പറയാ. പക്ഷെ അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്, എന്റെ ഉമ്മത്ത് മദ്യപിച്ച് കൂത്താടുന്ന ഒരു കാലം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. തിരൂരങ്ങാടിയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവിടുത്തെ ക്ലാസിന്റെ മുന്നിൽ അതിന്റെ സംഘാടകനായി ഓടി നടക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ പള്ളിയിൽ എൻ്റെ കൂടെ ജുമാക്കുണ്ടായിരുന്ന ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ഞാൻ വണ്ടിയെടുത്തു, അവനും വണ്ടിയെടുത്തു. ജുമാക്കാണ്. വണ്ടിയെടുത്ത് രണ്ടാളും പുറപ്പെട്ടു. അങ്ങനെ അവൻ മുന്നിലുണ്ട്, ഞാൻ പിന്നിലുണ്ട്. രണ്ടാളും പോകുകയാണ്. അവനെടുക്കോ ധൃതി പിടിച്ച് പോകുന്നു, എനിക്കൊരു ധൃതി ഉള്ളത് കൊണ്ട് ഞാനും പോകുന്നു. ഞാൻ പിന്നിലാണ്. അവൻ നേരെ കൊണ്ടുപോയി നിർത്തിയത് ഒരു ബാറിൻ്റെ മുമ്പിലാണ്. നേരെ അങ്ങോട്ട് കയറി ജുമുഅ നിസ്കരിച്ച് മൂപ്പര് പൂസാൻ പോയതാ. ചിന്തിച്ചു നോക്ക്, കുടിച്ച് പൂസാൻ വേണ്ടി പോയതാ മൂപ്പര്. നേരെ അങ്ങോട്ട് കയറി. ഇയാളത് കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി. ഇറങ്ങി വരട്ടെ എന്ന് കരുതി. ഇറങ്ങി വരുമ്പോൾ നല്ലോണം അകത്താക്കിയിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം ഇതിൻ്റെ ഗൗരവം. നിസ്കരിക്കാൻ നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ അകത്താക്കുന്ന ഒരു ശീലം. സുബ്ഹാനല്ലാഹ്. ഈ മദ്യം കഴിച്ചവന് നാളെ സ്വർഗത്തിൽ കള്ളു കുടിക്കാൻ അവസരമില്ല. ഏത്? ഈ തരം എരപ്പത്തരങ്ങളൊന്നുമില്ലാത്ത കള്ള്. ഇത് കുടിക്കാൻ നാളെ അവന് അവസരമില്ല. ഒമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ വമാത വലം യതുബ് മിൻഹാ. ദുനിയാവിൽ വെച്ച് കള്ളു കുടിച്ചു, തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ വൃത്തികേടിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കരഞ്ഞു കരഞ്ഞു തൗബ ചെയ്തോ. ഇത് റമദാനാണ്. റമദാനിന്റെ പാതിരാവിൽ അല്ലാഹ് തൗബ സ്വീകരിക്കും. രാവും പകലും ഒക്കെ സ്വീകരിക്കും. പാതിരാവിലെ എഴുന്നേറ്റ് ആരാരും കേൾക്കാതെ പൊട്ടി കരയുമോനെ. എന്നിട്ട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് പറയ, 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന നരകം അതിഗൗരവമാണ്. ആ നരകം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. അത് കേൾക്കണം, അപ്പോഴേ ബോധ്യപ്പെടൂ. ആ നരകത്തിൽ നമ്മൾ കിടന്ന് കത്തേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ നരകത്തിൽ നിന്ന് കള്ളുകുടിയന്മാർക്ക് കുടിപ്പിക്കപ്പെടുക. റസൂലുള്ള പറഞ്ഞു, കള്ളുകുടിയന്മാർക്ക് അല്ലാഹു കുടിപ്പിക്കപ്പെടുക. മിൻ മാഇ യജ്രി മിൻ നഹ്രിൻ യജ്രി മിൻ ഫുറൂജിൽ മൂമിസീന വൽ മൂമിസാത്ത്. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലം. ആ ചീഞ്ചലമാണ് അവരുടെ ഗുഹ്യസ്ഥാനത്തു നിന്ന് ഒരു ചലങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ചലമാണ് മദ്യപാനികൾക്ക് കുടിപ്പിക്കപ്പെടുന്നത്. എന്തേ അതിന്റെ കാരണം? മദ്യപാനികൾക്ക് ഇത് തന്നെ കൊണ്ടുപോയി കുടിപ്പിക്കാൻ കാരണം എന്താ? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. കള്ളിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. മദ്യപാനമാണ് സർവ്വ തോന്നിവാസങ്ങളുടെയും മാതാവ്. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. കാരണം മദ്യപിച്ചാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണത്, അല്ലേ? ക്ലബ്ബുകളിലൊക്കെ, നിശാ ക്ലബ്ബുകളിലൊക്കെ കൂടുന്ന കുട്ടിയേക്ക് വേഗം തിരിയും. ആദ്യം ഒരു മുറുക്ക അകത്താക്കും, പിന്നെ നിശാസുന്ദരികളോടൊപ്പം. അതാണ് വ്യഭിചാരത്തിലേക്ക് പിന്നെ കൂടുതൽ ദൂരല്ല. ആദ്യത്തത് മദ്യപാനാണ്. അപ്പൊ മദ്യപാനത്തിന്റെ സന്താനമാണ് വ്യഭിചാരം എന്നതുകൊണ്ട് തന്നെ വ്യഭിചാരിണികളുടെ ഗുഹ്യസ്ഥാനത്തു നിന്ന് ഒഴുകുന്ന ആ നീരാണ് ഇവർക്ക് കുടിപ്പിക്കപ്പെടുക. ചുട്ടുപൊള്ളുന്ന വെള്ളം. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യും പിന്നീട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കമ്പനി അടിച്ചെങ്കിലും മദ്യപിക്കരുത്. ഇപ്പൊ കൊണ്ട് തലേനാളത്തൊരു കല്യാണം, അന്ന് മദ്യം വിളമ്പുന്ന കല്യാണം. അൽഹംദുലില്ലാ അതൊക്കെ മാറ്റം വന്ന് ബുർദയുടെയും സലാത്തിൻ്റെയും ഒക്കെ ഒരു ആവേശമായി മാറുന്നുണ്ട്. അതൊക്കെ ആർക്ക്? കുറച്ചൊക്കെ ദീനുമായിട്ട് ബന്ധമുള്ളവന്, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവന്. അല്ലാത്തവനെന്ത്? അവന്റെ വീട്ടിലേക്ക് അവൻ വിളിച്ച VIPസിനടക്കം ഒരു കുപ്പി അവൻ കരുതിയിരിക്കണം. പിന്നെ ഇവൻ മാറുമോ? ഇവന്റെ പാർട്ടി നേതാക്കൾക്കടക്കം അവൻ ഒരു കുപ്പി കരുതിയിരിക്കണം. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം മാറുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ മക്കൾ നന്നാവണമുണ്ടോ? ദീനിന്റെ പ്രവർത്തകരാക്കി മാറ്റ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റ്. ഇത് ഞാൻ മറ്റൊന്നും വെച്ച് പറയല്ല. നിങ്ങളെ മക്കൾ പരലോകത്തേക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാവാൻ, നിങ്ങളെ നാട്ടിൽ പ്രവർത്തിക്കുന്ന SSFന്റെയും SYSന്റെയും ഒക്കെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ നിങ്ങളെ കുട്ടിയെയും കൂടെ വിട്ടുകൊടുക്കും. അതൊറ്റ വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് വലിയൊരു പാഠമാണ്. അതിനുവേണ്ടി പറഞ്ഞതാണ്. നിന്റെ കുട്ടിക്ക് നീ വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് നാറിയ ഒരു യുഗം, അല്ലേ? കമ്പനി ആയാൽ പിന്നെ എന്തു ആവാന്നാ. കമ്പനി അടിച്ച എന്തു ആവാം. ഒരു ഡോക്ടറുടെ അടുത്തൊരു സുഹൃത്ത് വന്നു, വലിയൊരു പരാതിയായിട്ടാണ് വന്നത്. ഞാൻ നേരിട്ട് കേട്ടതാ എൻ്റെ വാക്കുകൊണ്ട്. ഒരു വൈദ്യനാണ്, ഡോക്ടറല്ല.
അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ രോഗമൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് കേട്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാനും അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, നല്ലൊരു മുസ്ലിം ചെറുപ്പക്കാരൻ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അല്ല മദ്യപിക്കാറുണ്ടോ വല്ലപ്പോഴും? ഇദ്ദേഹം തുറന്നു ചോദിക്കുകയാണ്, മദ്യപിക്കാറുണ്ടോ വല്ലപ്പോഴും? അപ്പൊ ഇവൻ പറയാ, നല്ലൊരു മുസ്ലിം സഹോദരൻ. ഞാൻ അപ്പം തന്നെ സുഹൃത്തിന്റെ പേര് ചോദിച്ചു, മുസ്ലിം സഹോദരനാണ്. ഞാൻ സ്ഥലം പറയാത്തത് അയാൾക്കത് വിഷമമാകുമെന്ന് കരുതിയാണ്, നമ്മുടെ തൊട്ടടുത്ത ആ സ്ഥലം. അപ്പൊ അദ്ദേഹത്തോട് ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി, വല്ലപ്പോഴും ഒക്കെ കമ്പനിയായിട്ട്. ആരോടാ പറയണത്? വൈദ്യരോട് പറയാ, വല്ലപ്പോഴും ഒക്കെ കമ്പനിയായിട്ട് ചെയ്യാറുണ്ട്, അല്ലാതെ മദ്യപിക്കലൊന്നുമില്ല. കമ്പനിയായിട്ട്. അതാണിത്. കല്യാണത്തലേന്ന്, ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആഘോഷ ചടങ്ങുകളൊക്കെ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർ ആടിത്തിമർക്കുന്നത് മദ്യക്കുപ്പിയിലാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷമൊക്കെ കുടിച്ച് തമർത്താടുകയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ടത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ. ഇപ്പൊ മറന്നുപോയി, പത്രത്തിലുണ്ടായിരുന്നു അതിന്റെ കണക്ക്. ലക്ഷക്കണക്കിന് രൂപ, 36 ലക്ഷം അവിടെ പറഞ്ഞിരുന്നു. 36 കോടിയുടെ മദ്യം തിരൂർ മേഖലയിൽ വിറ്റഴിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താ? തിരൂർ മേഖലയിൽ ഇത്രയും മദ്യം വിറ്റഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഇത്രയും മദ്യം വിറ്റഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ വളരെ 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 വഷളായിരിക്കുന്നു എന്നല്ലേ? റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സലാമത്താക്കണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. ഇത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ മക്കളും ഇവിടെ വളരണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ശരിയത്ത് കോളേജുകളും അതുപോലെ തന്നെ ഇന്നിൻ്റെ ചലിക്കുന്ന യുഗത്തെയും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദഅ്വാ കോളേജുകൾ, സാധുവായ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന IMIC അടക്കമുള്ള കുറ്റിക്കാട്ടൂർ IMIC, അതുപോലെ തന്നെ അരീക്കോട് മജ്മഅ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ദഅ്വാ കോളേജുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരോടും ഉണർത്തുന്നു, നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ഒരു കുട്ടിയെ തന്നെയെങ്കിലും ഒരു ദഅ്വാ സ്റ്റുഡൻ്റ് ആക്കണം. നിർബന്ധമായിട്ട് എല്ലാ പഠനവും കൊടുത്ത് അവനെ പുറത്തിറക്കുന്ന രൂപത്തിൽ അവൻ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ ഇത് കരുതണം. ഈ മേഖല അള്ളാഹുവിൻ്റെ റസൂൽ അടക്കി അങ്ങോട്ട് കൊട്ടിയടച്ചതാണ്. എന്ന് പറഞ്ഞാൽ പനങ്കള്ളല്ലേ ഹറാമുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. ഇല്ല. കുല്ലു മുസ്കിരിൻ ഹംറുൻ, തല കറക്കുന്നതൊക്കെ മദ്യം തന്നെയാ. റസൂലുള്ളാഹി പറഞ്ഞു, മസ്തുണ്ടാക്കുന്നതൊക്കെ മദ്യാണ്. വകുല്ലു ഹംറിൻ ഹറാം, എല്ലാ കള്ളും ഹറാമാണ്. അതുകൊണ്ട് ഏത് കുടിച്ചാലും, വിദേശമദ്യായാലും ശരി, ഏതായാലും ശരി, ഹറാമാണ്, 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 യാതൊരു സംശയവുമില്ല. കൂടുതൽ കുടിച്ചാൽ മസ്താവും, അതിന്റെ ചെറിയൊരു ഭാഗം കുടിക്കലും ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കസീർ കുടിച്ചാൽ മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഒരു ഹദീസിൽ കാണാം, കൂടുതൽ കുടിച്ചാൽ മസ്താവും, 1-2 തുള്ളിക്കൊന്നും കുഴപ്പമില്ല, അത് 1-2 ഉള്ളി കഴിക്കലും ഹറാമാണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഇത്തരം സംഗതികൾ ചെയ്തു പോകരുത്. ആ മേഖല മൊത്തം ശപിക്കപ്പെട്ട മേഖലയാണ്. ചെറുപ്പക്കാരോടൊരു കാര്യം, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യലില്ല, പലിശ പോലുള്ളൊരു മേഖലയത്. തൊട്ടോനെ ഒക്കെ ശപിച്ചിരിക്കുന്നു റസൂലുള്ളാഹി. തൊട്ടോനെ ഒക്കെ ശപിച്ചൊരു മേഖലയാണ്. അബൂദാവൂദിന്റെ ഒരു ഹദീസ് ഉണ്ട്, തൊട്ടവരെ മുഴുവനും ശപിച്ചിരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലുഇനത്തിൽ ഖംറു ബിഅയ്നിഹാ, കള്ള് നേർക്ക് നേർ കള്ളിനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. കള്ള് ശപിക്കപ്പെട്ട സാധനമാണ്. കള്ളിന് ശാപമുണ്ട്. കള്ളിന് മാത്രമല്ല ശാപമുള്ളത്, വശാരിബുഹ, അത് പേന്തുന്നവനും ശാപമുണ്ട്, കുടിക്കുന്നവനും ശാപമുണ്ട്. വസാഖീഹ, കുടിപ്പിക്കുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിപ്പിക്കുന്നവനെയും ശപിക്കപ്പെട്ടു. ഇവൻ കുടിക്കലൊന്നുമില്ല, ഇവൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കലുള്ളൂ. ഓനും അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ബാറിൽ നിൽക്കുന്ന ആൾ, അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, ഒഴിച്ചു കൊടുക്കുന്ന ആളാണ്, വിചാരിച്ചു മൂപ്പര് കുടിച്ചോളണമെന്നില്ല. എന്നാ അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിപ്പിക്കുന്നവൻ, വസാഖീഹാ വബായിഹ, വിൽപ്പനക്കാരനും വിൽക്കുന്നയാളും അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ആരാണോ വിൽപ്പന നടത്തുന്നത്, ആരാണോ പൈസ വാങ്ങി വെക്കുന്നത്, അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. വമുബ്താഉഹ, അത് വാങ്ങുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വാങ്ങുന്നവൻ, ഇവന് കഴിക്കാനല്ല, ഇവൻ വാങ്ങിയെന്നുള്ളൂ. എന്തിനാ? ഇന്ന് കലക്ടറെ ഒന്ന് കാണുന്നുണ്ട് ഉസ്താദേ, എന്തിനാ നിങ്ങളിത് വാങ്ങിയത്? ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിയത് കണ്ടപ്പോൾ ഒരു ബേജാറൊന്നുമല്ല, ഇന്ന് കലക്ടറെ ഒന്ന് കാണണം, കലക്ടറെ കാണണം, എനിക്ക് കൃത്രിമമായ ഒരു ഒപ്പ് കിട്ടണം, ഒരു രേഖ കിട്ടണം, അത് ഈ ഒരു ബോട്ടിൽ അങ്ങ് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മൂപ്പർ റെഡിയാ. കലക്ടർക്കാണ് വാങ്ങിയത്, പക്ഷേ വാങ്ങിയവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിക്കാൻ വേറുള്ളവര് കുടിക്കും, അവർക്ക് വേണ്ടി വാങ്ങിയവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നവൻ, പന ചെത്തുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു.
ചെത്തുന്ന പറയനും ശപിക്കപ്പെട്ടിരിക്കുന്നു, തീയനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. മറ്റു ആധുനിക കള്ളുകളൊക്കെ ഉണ്ടാക്കുന്നവർ എന്ന അർത്ഥമാണ് ഇവിടെ വരിക. വയസ്സിറുഹ, അത് പിഴിഞ്ഞുണ്ടാക്കുന്നവർ. മുഴുത്തസിറുഹ, അത് പിഴിയാൻ വേണ്ടി കൽപ്പിക്കുന്നവർ, ചെത്താൻ വേണ്ടി പറയുന്നവൻ. അതാരായിരിക്കും? പള്ളി പ്രസിഡന്റിന്റെ പനയിക്കാരൻ ചെത്താൻ കൊടുത്ത് പള്ളി പ്രസിഡന്റും ശപിക്കപ്പെട്ടിരിക്കുന്നു. മുഴുത്തസിറുഹ, ചെത്തിക്കുന്നവനും. അത് മാത്രമല്ല വഹാമിലുഹ, എന്റെ ചെറുപ്പക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതെന്താ? തൻ്റെ കൊട്ടജീപ്പിലാണ് അങ്ങോട്ട് എത്തിച്ചത്. ഈ ഷാപ്പ് ഷാപ്പുക്ക് വഹാമിലുഹ, ഇവന്റെ കൊട്ടജീപ്പും ശപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, വഹാമിലുഹ, മദ്യം വഹിക്കുന്നവനും അത് ചുമന്നു കൊണ്ടുപോകുന്നവനും ഇവനും ഇവന്റെ വണ്ടിയും ശപിക്കപ്പെട്ടിരിക്കുന്നു. വഹാമിലുഹ വൽ മഹ്മൂലതു ഇലൈ, എങ്ങോട്ടാണോ ചുമക്കപ്പെടുന്നത് അതും എന്ന് പറഞ്ഞാൽ കള്ളും ഷാപ്പും ശപിക്കപ്പെട്ടിരിക്കുന്നു. വൽ മഹ്മൂലതു ഇലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാപ്പും ബാറും ശപിക്കപ്പെട്ടിരിക്കുന്നു. വാക്കിലു സമനിഹ, എന്നാൽ ഇന്ന് വരെ മൂപ്പരെ ബാറ് കണ്ടിട്ട് തന്നെയല്ല, വരുമാനം ഇങ്ങനെ വരിക മൂപ്പരെ അക്കൗണ്ടിക്ക്. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്, എത്രയോ മുസ്ലിം സഹോദരന്മാർ എന്നല്ല പലപ്പോഴും ഗൾഫിലുള്ള സുഹൃത്തുക്കൾ. സുബ്ഹാനല്ലാഹ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പ്രധാന വരുമാനം എന്താണെന്നറിയോ നിങ്ങൾ? ബാറുകളാണ്. അതുപോലെ തന്നെ മദ്യബാറുകളും അതുപോലെ നിശാ സുന്ദരികളെ ഒരുക്കി കൊടുക്കാൻ അതിനവർക്ക് പ്രത്യേകം സ്ഥലങ്ങളും ഇതൊക്കെ ഒരുക്കി അതിൻ്റെ കാശ് വാങ്ങി തിന്നുന്നവർ അവർ കണ്ടിട്ട് പോലുമില്ല. അവർ ഈ വൃത്തികേട് ചെയ്തിട്ടുമില്ല. നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ പറഞ്ഞിട്ട് തരില്ല, അതിൻ്റെ കാശാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. മൂപ്പരതിൻ്റെ പണം മാത്രം വാങ്ങുന്നുള്ളൂ. അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ആരായി മേഖലയിൽ രക്ഷപ്പെട്ടത്? ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുമായിട്ട് തൊട്ടവനെ മുഴുവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. മദ്യം, അതുകൊണ്ട് കരുതണം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നബി തങ്ങൾ പറഞ്ഞു, മദ്യപാനം, അതുപോലെ തന്നെ ലോട്ടറി, വൽ മൈസിർ, ലോട്ടറി, അതങ്ങനെ തന്നെ ഞാൻ അർത്ഥം പറയുന്നത് ചൂതാട്ടം എന്ന അർത്ഥം പറഞ്ഞ് ലോട്ടറി അതിൽ പെട്ടതല്ല എന്നുള്ള ഒരു ധാരണ സമൂഹത്തിന് വന്നിരിക്കുന്നു. അതും കൂടെ ആ കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഒറ്റ വാക്ക് പറയുന്നു. എന്തിന്? നമ്മളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ്, മദ്യപാനത്തിന് ചിലപ്പോൾ ഉളുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഉളുപ്പുള്ളവൻ അത് മറച്ചേ ചെയ്യുന്നുള്ളൂ. കുറച്ചൊക്കെ ഒരു ഉളുപ്പുള്ളവൻ, അല്ലാത്തവന്റെ കഥ പറയണ്ട. കുറച്ചൊരു ഉളുപ്പുള്ളവൻ അതാരും കാണരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ ഈ ലോട്ടറി എടുക്കുന്നത് ഇന്ന് ആര് കണ്ടാലും കുഴപ്പമില്ല, എവിടെന്നും എടുക്കുക. അങ്ങാടിയിൽ വണ്ടി കണ്ട് വരുമ്പോഴേക്കൊക്കെ കണ്ട് ഓടിക്കൂടുക. തേനീച്ച കൂടനായിരിക്കും വണ്ടി കണ്ട് പൊതിയ അല്ലേ? ഇതും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുകയാണ്. ഈ സമ്മാനം കേട്ടിട്ട് ലക്ഷം മാരുതിക്കാറും കേൾക്കുമ്പോൾ ഓടിയാണ് ചെല്ലുക. ഇതിന്റെ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? കള്ളു കുടിക്കൽ ഏതുപോലെ ഹറാമാണോ അതിലേറെ വലിയ ഗൗരവമാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കൽ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് എൻ്റെ ചെറുപ്പക്കാർ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് എനിക്ക് പറയാം. കാരണം മദ്യപിക്കുന്നവൻ ഒരു പക്ഷേ ഒരു മെമ്പർ പോലും ഈ സാഹസിൽ ഉണ്ടാവില്ല. നമ്മൾ പുറത്തേക്ക് വേണ്ടി പറഞ്ഞു എന്ന് വെച്ചോ നിങ്ങൾ. പക്ഷെ ലോട്ടറി എടുക്കുന്നവരുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇന്ന് അത്രയും കൂടുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുക. കാരണം അറിയൂല്ല കേട്ടോ, കുറേ പാവങ്ങൾ ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. ഇത് ഇറങ്ങാനുള്ള കാരണം ഇന്നത്തെ അതേ ലോട്ടറിയുടെ ഒരു ചിത്രം അന്ന് നിലനിന്നിരുന്നു. അത് ഇറങ്ങാനുള്ള കാരണം തന്നെ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലുള്ള മുഴുവൻ ചൂഷണങ്ങളും പെടും. ഈ ചൂതാട്ടം നിറഞ്ഞതിൽ എല്ലാം പെടും. പക്ഷെ അതിൽ ലോട്ടറി എന്ന് തന്നെ ഞാൻ പറയാൻ കാരണം ഇമാം റാസിയുടെ ഒക്കെ കാഴ്ചപ്പാട് പ്രകാരം ഇത് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇന്നത്തെ ഇതേ മൈസിറാണ് അന്ന് നിലവിലുള്ളത്. ഇമാം റാസി അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങാൻ അന്നുള്ളൊരു മൈസിർ, അതും ഇന്നത്തെ ഈ ലോട്ടറിയും ഒറ്റ ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യരുത് മക്കളെ എന്നല്ല. ഇന്ന് ഇതിന്റെ മാനം പാടേ പോയിരിക്കുന്ന ഇസ്ലാമിക മാനം പോലും അമുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. പഴയ കാലത്തൊക്കെ ബസ് കയറിയാൽ ഒരു മൊയിലിയാരെ നേരത് നീട്ടൂലായിരുന്നു. തലയെക്കെട്ടൊക്കെ കിട്ടിയൊരു മൊയിലിയാരവിടെ ഉണ്ടെങ്കിൽ മുപ്പര് പതുക്കെയാണ് പോകും. പക്ഷെ എന്നാ അങ്ങനെയല്ല, മൊയിലിയാരത്തേക്കും കൊണ്ടുവരാതെ കൂളായിട്ട്. അപ്പൊ നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ അല്ല ഉസ്താദേ ലക്ഷാണ് മാരുതിക്കാറാണ് എന്ന് പറയാണ്. എന്തേ കാരണം? ഇത് മൊയിലിയാർക്ക് പറ്റാത്തതാണ്, അല്ലെങ്കിൽ മാപ്പിളക്ക് പറ്റാത്തതാണ് എന്ന് ഈ ഏജന്റിന് പോലും അറിയാത്ത രൂപത്തിൽ മാപ്പിളാർ ഇതുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അതതിൻ്റെ കാരണം. എത്രയാ എടുക്കുന്നത്, എത്രയാണ് നമ്മുടെ മക്കൾ ഈ ഇനത്തിലൊക്കെ പണം തുലക്കുന്നത്. ഇന്ന് വരെ ഒന്നുപോലും അടിച്ചിട്ടല്ല ഈ എടുക്കണം, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടിച്ചാൽ വാങ്ങാൻ പറ്റൂല. എത്ര ഗൗരവമുള്ള കേസാണ് അത്. കള്ള് കുടിക്കുന്നതിനേക്കാൾ ഗൗരവമുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ഹക്കും കൂടെ ആയതുകൊണ്ട്.
ഏതാവട്ടെ കള്ള് കുടിക്കുന്നതിനോടൊപ്പാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇന്നമൽ ഖംറു വൽ മൈസിർ. ശരിക്ക് ശ്രദ്ധിച്ചോ. അന്ന് നിലവിലുണ്ടായിരുന്ന മൈസിർ എന്താണെന്നറിയോ? അന്ന് നിലവിലുള്ള ഒരു മൈസിറുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു 6 ആൾ കൂടിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും, അല്ലെങ്കിൽ ഒരു 10 ആളെ നിങ്ങൾക്ക് എത്രയും സങ്കല്പിക്കാം. ഒരൊട്ടകത്തെ വാങ്ങുമ്പോൾ എല്ലാവർക്കും തുല്യ വിലയാ. 500 രൂപ എല്ലാവരും പങ്കിട്ടിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും. എന്നിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം വിഭജിക്കും. 50 കിലോൻ്റെ ഒരു കെട്ട്, 25 കിലോൻ്റെ ഒരു കെട്ട്, 10 കിലോൻ്റെ ഒരു കെട്ട്, 5 കിലോൻ്റെ ഒരു കെട്ട്, ഇങ്ങനെ അങ്ങോട്ട് വിഭജിക്കുമ്പോൾ വിഭജനത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷെ വാങ്ങുമ്പോൾ ഒരേ പൈസയാ. വിഭജനത്തിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് പിന്നെ നറുക്കിട്ടിട്ട് 50 കിലോ എന്ന നറുക്ക് ആർക്കാണോ കിട്ടുന്നത് കൊടുത്ത 500-ന് 5 വയസ്സും പിന്നെ മൂപ്പര് കൊടുക്കൂല. കൊടുത്ത 500-ന് പകരം മൂപ്പര് അതെല്ലാം കൊണ്ടുപോയി. 50 കിലോനും കൊണ്ട് മൂപ്പരെ കുടുംബത്തേക്ക് പോയി. ഈ 500 കൊണ്ട്. അതേസമയം ഇതാണ് ഫസ്റ്റ് പ്രൈസ്, 1ാം സമ്മാനം. അത് ഇനി 2ാം സമ്മാനമാണ് 25, 3ാം സമ്മാനമാണ് 10. അപ്പൊ ഇങ്ങനെ കിട്ടുന്നവർ ഓരോരുത്തരും അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതേ സംവിധാനമാണ് ഇന്നത്തെ ലോട്ടറി. പലരുടെ 10 രൂപ സ്വരൂപിച്ചതാണ് ഒരാൾ കൊണ്ടുപോകുന്ന മാരുതിക്ക് 6 ലക്ഷവും. ഓർക്കണം, ശരിക്കോർക്കണം. ഖുർആൻ ഇത്ര ശക്തമായ ഭാഷയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്തനിബൂ, നിങ്ങളതിനോട് ദൂരപ്പെട്ടു നിൽക്കൂ, അകന്നു നിൽക്കൂ. റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ വൃത്തികെട്ട വേലയാണ് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, ഒറ്റ കുട്ടിയും ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്. എടുത്താൽ നിങ്ങൾക്ക് തൽക്കാലം ഈ സ്വർഗത്തിൽ കടക്കാൻ കൂടൂല. ലോട്ടറി ടിക്കറ്റിൻ്റെ കൂടെ ഒരൊറ്റ കുട്ടിയും പോവണ്ട, അത് അപകടം ചെയ്യും. അത് കൂട്ടത്തിൽ ഉണർത്തിയ വലിയ കാര്യമുണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഇതേക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ 1-2 കൊല്ലം അതിന് ആയുസ്സുണ്ടായി. ഇപ്പം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അതിപ്പോൾ തീർന്നിട്ടുണ്ട്, ഇപ്പം 2ാമത് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടെ പറയണം. എല്ലാവരും മാറി നിന്നിരുന്നു. കാരണം അറിയാത്തത് കൊണ്ടാണ്. കുറേയൊന്നും ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. ഗൗരവമാണ് കേട്ടാലൊക്കെ മാറി നിൽക്കും. വിഷയത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ള കേസാണ്. എല്ലാ പള്ളിയിലെ ഇമാമുമാരും ഇത് ഉണർത്തിക്കൊടുക്കേണ്ട കാര്യമാണ്. ചെറുപ്പക്കാർ യഥേഷ്ടം അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദ്യപാനം എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നേ പറ്റൂ. അത്തരം ആളുകളുമായിട്ട് കമ്പനിയും കൂടണ്ട. കമ്പനി കൂടുകയാണെങ്കിൽ അവരെ നന്നാക്കാൻ പറ്റും എന്നുള്ള നിയ്യത്തിലല്ലാതെ ഓലുമായിട്ട് കമ്പനി കൂടണ്ട. പലപ്പോഴും ഞാൻ പറയുന്നത്, നന്നാക്കുന്നതിലുപരി നമ്മൾ പോയി കേടുവരലായിരിക്കും ഫലം. അത് നല്ലോണം കരുതണം. ലാ തുജാലിസു ശുറാബൽ ഖംർ, സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, കള്ളുകുടിയന്മാരോടൊപ്പം നിങ്ങൾ സദസ്സ് പങ്കിടരുത്, അവരോടൊപ്പം കമ്പനി കൂടരുത്. ലാ തുജാലിസു ശുറാബൽ ഖംർ വലാ തഊദു മർളാഹും, അവർ രോഗികളായാൽ നിങ്ങൾ അവരെ സന്ദർശിക്കുകയും വേണ്ട. വലാ തശ്ഹദു ജനായിസഹും, അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ ജനാസയിൽ പങ്കെടുക്കും വേണ്ട. വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മദ്യപാനി വരിക, മുസ്വദ്ദൻ വജ്ഹുഹു, മുഖം കറുത്തവനായിട്ട്, മുദ്രിഅൻ ലിസാനഹു അലാ സദ്രിഹി, അവന്റെ നാവ് നെഞ്ചത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാകും. ഹബീബ് പറയാൻ, മുദ്രിഅൻ ലിസാനഹു, മദ്യപാനി നാളെ വരുന്ന അവസ്ഥയാണ്. മുദ്രിഅൻ ലിസാനഹു അലാ സദ്രിഹി, അവന്റെ നെഞ്ചത്തേക്ക് നാവ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാകും. യസീലു ലുആബുഹു, ഒരു കേലങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും ആ നാവിലൂടെ, തൂങ്ങിക്കിടക്കുന്ന നാവിലൂടെ. യുഖദ്ദിറുഹു കുല്ലു മൻ റആ, കാണുന്നവരൊക്കെ അതിനെ മ്ലേച്ഛമായി കാണും. ഹേയ്, ഏതായി പഹയൻ, മണത്തിട്ട് നിൽക്കാൻ വയ്യ. വഅറഫഹു അന്നഹു ശാരിബു ഖംർ, അവൻ കുടിയനാ എന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും. ആ രൂപത്തിൽ നാളെ പരലോകത്തവനെ കൊണ്ടുവരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. അടുത്ത സ്വർഗീയ അനുഭൂതി, ഒന്ന് ശുദ്ധമായ കള്ള്, അത് കഴിഞ്ഞാൽ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവര് തെരഞ്ഞെടുക്കുന്ന പഴം, അവര് സെലക്ട് ചെയ്തെടുക്കുന്ന പഴം കിട്ടും അവർക്ക്. എനിക്ക് ഏത് പഴം വേണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അത് സ്വർഗത്തിലല്ലാതെ എവിടെയാണ് എൻ്റെ കൂട്ടുകാരെ ഉള്ളത്? ഇങ്ങനെ ഒരു അനുഭൂതി, ഇങ്ങനെ ഒരു അംഗീകാരം, ഇങ്ങനെ ഒരു അനുവാദം എനിക്കുള്ളത് സ്വർഗത്തിലല്ലാതെ എവിടെയാ? ഭൂമി ലോകത്ത് നടക്കാത്ത കേസാണ് ഈ പറയുന്നതൊക്കെ. ഭൂമി ലോകത്ത് ചിലപ്പോ അങ്ങാടി പോകുമ്പോ, ഫ്രൂട്ട്സ് കടയിൽ പോകുമ്പോ നമ്മൾക്ക് കമ്പം ആപ്പിളാ, പക്ഷെ പോക്കറ്റ് കൈയിട്ട് വെക്കുമ്പോൾ 10 രൂപേൻ്റെ മുന്തിരി മതിയെന്ന് വെച്ചു. അതെന്തേ? പോക്കറ്റിൽ സാധനമല്ല, തൊട്ടാ പൊള്ളുന്ന വിലയാ.
ആപ്പിളിന് വില ചോദിച്ചപ്പോൾ 60 റുപ്യ കിലോന്, അല്ലെങ്കിൽ 50 റുപ്യ, 40 റുപ്യ. എന്നാൽ പിന്നെ അത് വേണ്ട, മറ്റേന് 25 ഉള്ള ഒരു 10 റുപ്യക്ക് മുന്തിരി എന്നാടാ. കറുത്ത മുന്തിരിയും വാങ്ങി തൽക്കാലം അതുകൊണ്ട് സായുജ്യടേണ്ടി വരും. പോരുമ്പോഴൊക്കെ അവൻ്റെ കണ്ണ് ആപ്പിൾ മലായിരിക്കും, നിർവാഹമല്ല. പക്ഷേ സ്വർഗത്തിൽ അതല്ല, പൈസ കൊടുക്കണ്ട. അപ്പം നിനക്ക് ഏതാ വേണ്ടതെങ്കിൽ അതെടുക്കാം. തെരഞ്ഞെടുക്കുന്ന പഴം. ആ ഹദീസ്, ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, ഇവിടെ സെലക്ഷന് തടസ്സം നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, തൊട്ടാ പൊള്ളുന്ന വില. അതപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തന്നു. തൊട്ടാ പൊള്ളുന്ന വില, അപ്പം എനിക്ക് സെലക്ഷൻ അധികാരമല്ല. കയ്യിൽ ഒതുങ്ങുന്നതേ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് പറ്റിയത് വാങ്ങാൻ പറ്റൂല. വിലന്റെ ഊക്കുകൊണ്ട് തൊട്ടാ പൊള്ളുകയാണ്. ഇനി രണ്ടാമത്തത്, എനിക്ക് ഇഷ്ടം മാമ്പഴ, പക്ഷെ ഈ സീസണിൽ അത് കിട്ടൂലല്ലോ എന്നുള്ള സങ്കടം. പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ മാമ്പഴ ഇപ്പൊ കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം. അങ്ങനെ ഉണ്ടാവാം. സ്വർഗത്തിൽ അതുണ്ടോ? വരാനിരിക്കുന്നുണ്ട്. ഏതോ ഒരു സീസണിൽ മുറിഞ്ഞു പോകുന്ന പഴമല്ല, ലാ മഖ്തൂഅ. ഉപഭോക്താവിന് ഒരു നിലക്കും അത് തടയപ്പെടൂല. വലാ മംനൂഅ. ഉപഭോക്താവിന് എങ്ങനെയാലും കിട്ടിയിരിക്കും. ഇനി ഇത് കിട്ടാതിരിക്കാനുള്ള ഒരു തടസ്സം, എനിക്ക് ഇഷ്ടം ഏതു പഴം തന്നെയാണ്, നല്ല പൈനാപ്പിളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴമാണ്. പക്ഷേ ഞാൻ വാങ്ങാൻ ചെന്നത് ശഅബാൻ മാസത്തിലാണ്. റമദാനിന് ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് മുതലാളി പൂത്തി വെക്കുക. അയാളെടുത്ത് സാധനം ഉണ്ട്, പക്ഷെ അയാൾ തരുന്നില്ല, അപ്പോഴും കിട്ടൂല. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീസണിൽ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. വരും കാലത്ത് മാർക്കറ്റിംഗ് ഡിമാൻഡ് കണ്ടല്ല പൂത്തി വെക്കൂല. അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് തൊടാതിരിക്കാനും കഴിയൂല. സ്വർഗത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പഴം തിന്നാം. സുബ്ഹാനല്ലാഹ്. നല്ല നല്ല പഴങ്ങൾ, അതും നിറഞ്ഞുലഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നല്ല പൊള്ളുന്ന ഹദീസ്. നബി തങ്ങൾ സ്വർഗം, ഈ ഭൂമി ലോകത്ത് നിന്ന് സ്വർഗം കാണുന്നത്, സ്വർഗത്തിലെ മുന്തിരിക്കൊല പറിക്കാൻ വേണ്ടി കൈ നീട്ടുന്നത്, എന്നിട്ട് സ്വഹാബത്തിന് കൊടുക്കാൻ വേണ്ടി റസൂലുള്ള വിചാരിക്കുന്നത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. വഫാകിഹത്തിൻ കസീറ എന്ന് പറയുന്ന ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. അസ്ഹാബുൽ യമീനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, അവിടെ വെച്ച് പറയാം. അപ്പോൾ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. ഇനി കിട്ടുന്നത് അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം കിട്ടും. കൊതിക്കുന്ന പക്ഷിമാംസം, കൊതിക്കുന്ന പക്ഷിമാംസം കിട്ടും. ഏതാ വേണ്ടതെങ്കിലും ചോദിച്ചാൽ മതി, ആ സാധനം കൊണ്ട് കിട്ടും. ഇതൊക്കെ എന്താ സൗകര്യം, എത്ര വലിയ സൗകര്യ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇത് ആഗ്രഹിക്കുന്ന പക്ഷിമാംസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സംഭവമാണ്. കോഴി വേണമെങ്കിൽ കോഴി, കാട വേണമെങ്കിൽ കാട, ഒട്ടകപ്പക്ഷി വേണമെങ്കിൽ ഒട്ടകപ്പക്ഷി, ഏതാ വേണ്ടതെങ്കിൽ അല്ലാഹു തആല അത് തരും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതിന്റെ രൂപം. ഇമാം റാസ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കാണാം. മാംസം കിട്ടുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇന്ന ത്വയ്റ യതീർ. പക്ഷി സ്വർഗത്തിലെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കളിക്കും. പക്ഷി സ്വർഗത്തിൽ മുകൾ ഭാഗത്തിലൂടെ പക്ഷി ഇങ്ങനെ പറന്നു കളിക്കും. സ്വർഗത്തിലെ മരത്തുമ്മലൊക്കെ വന്നിട്ട് പക്ഷി ഇങ്ങനെ ഇരിക്കും. ഒട്ടകത്തെ പോലെയുള്ള പക്ഷി ഇരിക്കുന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസൊക്കെ വായിച്ചു തരാം. ഒരൊട്ടകത്തിന്റെ വലിപ്പമുള്ള പക്ഷി എത്ര ആക്ക് തിന്നാം? അതൊക്കെ വന്നിരിക്കും സ്വർഗത്തില്. അപ്പൊ അതിങ്ങനെ കാണുമ്പോ, ഈ പക്ഷി എങ്ങനെ കാണുമ്പോ, നല്ലൊരു പക്ഷി, ഒരു കാടപ്പക്ഷി എങ്ങനെ കാണുന്നു. അപ്പൊ ഇവന് വല്ലാത്തൊരു ആഗ്രഹം. ഫതമീലു നഫ്സുൽ മുഅ്മിനി ഇലാ ലഹ്മി. അതിന്റെ മാംസം കിട്ടിയാ കൊള്ളാം എന്നവന്റെ മനസ്സിങ്ങനെ ദാഹിക്കും. റസൂലുള്ളാഹി പറയാ, അത് വിചാരിക്കുമ്പോഴേക്ക് ഫയൻസിലു, ആ മാംസം ഇറങ്ങി വരും. അപ്പോഴേക്ക് ആ പക്ഷി അവിടുന്ന് കറങ്ങി അന്തരീക്ഷത്തിൽ അതിന്റെ അറവും നടന്ന് തോല് പൊരിച്ച് ഫയൻസിലു മഷ്വിയൻ, അത് ചുട്ടുകൊണ്ട് ഇവന്റെ ഹദ്റത്തിലേക്ക് വരും. വമഖ്ലിയാ, ചുട്ടിട്ടും പൊരിഞ്ഞിട്ടും രണ്ടും. ചുട്ടിട്ടാണെങ്കിൽ ചുട്ടിട്ട്, പൊരിച്ചിട്ടാണെങ്കിൽ പൊരിച്ചിട്ട്, രണ്ടും ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഇഷ്ടം ചുട്ട കോഴിയായിരിക്കും, ചിലർക്ക് പൊരിച്ച കോഴിയായിരിക്കും. ഏതാ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച്. മഷ്വിയൻ വമഖ്ലിയൻ, മഷ്വിയൻ വമഖ്ലിയൻ. വലിയ വലിയ VIPs ഒക്കെ ഇപ്പൊ ചുട്ട കോഴിന്റെ പിന്നാലെയാ. എന്നാ അതും കിട്ടും, മഷ്വിയൻ. ആദ്യം അല്ലാഹു റസൂൽ പറഞ്ഞത് മഷ്വിയൻ, ചുട്ട കോഴി. അതൊക്കെ അപ്പക്കപ്പ കിട്ടുകയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ നമുക്ക് സാധാരണ നമ്മളെ ഹരം കൊള്ളിപ്പിക്കുന്ന സംഗതിയാണെങ്കിൽ ദാ സ്വർഗം. നിങ്ങൾ ചൂണ്ടിക്കൊടുക്കുന്ന പക്ഷി, നിങ്ങൾ ചൂണ്ടിക്കൊടുക്കുന്ന മത്സ്യത്തെ പിടിച്ചു തരലാണ് ഇവിടുത്തെ ഏറ്റവും സൗകര്യമുള്ള ഹോട്ടലായി നിങ്ങൾ കാണുന്നതെങ്കിൽ
അതിനപ്പം തന്നെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പൊരിച്ചു കൊണ്ടുവരലാണെങ്കിൽ നിങ്ങൾ ചൂണ്ടുമ്പോഴേക്ക് സാധനമായി. മറ്റത് 10 മിനിറ്റ് സഹിക്കണം. സുബ്ഹാനല്ലാഹ്, ആ ഇരുത്തൊരു വല്ലാത്ത ഇരുത്താണ് അല്ലേ? ആ 10 മിനിറ്റ് വല്ലാത്ത ഇരുത്താണ്. ഒരാൾ കമ്പനിക്കും കൂടി ഇല്ലെങ്കിൽ കുടുങ്ങിയത് തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ചൂണ്ടുമ്പോഴേക്ക് സംഗതി അടുത്തെത്തി. ഫയൻസിറു മശ്വിയൻ വ മഖ്ലിയൻ, പൊരിച്ചിട്ടും ചുട്ടിട്ടും മുമ്പിലെത്തും. റസൂലുള്ള പറയുന്നു, അലാ ഹസബിമാ യസ്തഹി, അവൻ ആഗ്രഹിച്ചതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ചുട്ടതാണെങ്കിൽ ചുട്ടത്, പൊരിച്ചതാണെങ്കിൽ പൊരിച്ചത്, അവന്റെ ഇഷ്ടത്തിനൊപ്പിച്ചാ നിൽക്കുക. അള്ളാഹു നോക്കൂ, നിങ്ങൾ എന്താണ് സ്വർഗം? അതേ, തിന്നാൻ വേണ്ടി വിയർക്കണ്ട, ഉടുക്കാൻ വേണ്ടി ഓടണ്ട, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി തളരണ്ട. അതല്ലേ ലോകം? അതാണ് സ്വർഗലോകം. ആ സ്വർഗലോകത്തെല്ലാ അനുഭൂതികളും ആസ്വദിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ഇത് പറയുമ്പോൾ ഒരു ചെറിയ സംശയം അവിടെ തോന്നും. അതെന്താ? വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അവർ ആഗ്രഹിക്കുന്ന പക്ഷിമാംസം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും സംശയം ഉറപ്പാണ് മലപ്പുറത്തുകാർക്ക്. ഒട്ടകം, ആട് എന്നൊക്കെ പറഞ്ഞത് ഓല തീന്മേശയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഭക്ഷണം. അത് പറഞ്ഞുകൊണ്ട് ഓല് ഹരം പിടിക്കൂല, അത് ഓല സ്ഥിരം ഭക്ഷണം. പക്ഷെ അവർക്ക് കമ്പുള്ളൊരു ഭക്ഷണം ഉണ്ട്. അതേതാ? പക്ഷിമാംസം എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൽ എവിടെ മാത്രമാണ്? യസ്മഊന ബിഹാ ഇൻദൽ മുലൂക്ക്. രാജകീയ പ്രൗഢിയുള്ള മാംസമാണ്. രാജാക്കന്മാരുടെ തീന്മേശയിൽ മാത്രമായിരുന്നു പക്ഷിമാംസം ഉണ്ടായിരുന്നതെന്ന്. അതുകൊണ്ടാണ് പക്ഷിമാംസം എന്ന് പറഞ്ഞിങ്ങനെ ഹരം പിടിപ്പിക്കുന്നത്. പക്ഷിമാംസത്തിന് നിലവാരമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. വൃത്തിയുള്ള മാംസമാണ്, ടേസ്റ്റുള്ള മാംസമാണ്. അപ്പം ആ നിലക്കൊക്കെ അതിന് നിലവാരമുണ്ട്, അതുണ്ടാവുമായിരുന്നു. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഈ അണ്ണാച്ചിക്കോയി ഇറങ്ങിയോടുകൂടിയാണ് അതിൻ്റെ നിലവാരം പോയത്. അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവുമായിരുന്നു പഴയ ആ കോയി നിലക്കുകയാണെങ്കിൽ. അപ്പം എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേറെ നല്ലത് നമ്മളെ ഫ്രഷ് പോത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നാളെ പരലോകത്ത് പൊരിച്ചിറച്ചി വേണോ, ചുട്ടിറച്ചി വേണോ, പോത്ത് വേണോ, ആട് വേണോ, മാട് വേണോ, കാട വേണോ, കോഴി വേണോ, ഏതും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ എൻ്റെ കൂട്ടുകാർ ഒരു ഉട്ടോപ്പിയായി മനസ്സിലാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, ഇത് റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. കണ്ണു ചിമ്മി ഞാനിപ്പം, പിന്നെ ആ കണ്ണെപ്പോഴാണോ എണീക്കുന്നത് അതിൻ്റെ തൊട്ടുപിറകിൽ ഞാൻ കാണാനും അനുഭവിക്കാനും പോകുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. അങ്ങനെ വേണം വിശ്വസിക്കാൻ. അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവണം. ഈ ലോകത്ത് വെച്ച് ഈ സൗകര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാകില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ അല്ലാഹു തആല ഈ സൂറത്ത് തൂറിൽ അല്ലാഹു വലഹ്മി മിമ്മാ യശ്തഹൂ എന്ന് പറയാൻ കാരണം തന്നെ അതാണ്. ഏതോ ഒരു മാംസം മാത്രം പറയുകയാണെങ്കിൽ വേറുള്ളവർക്ക് ടെൻഷനാകും. ഇപ്പൊ ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഓരോരുത്തർക്കും പറ്റിയത്. ഇവർക്കിത് ഭയങ്കര വിഷയമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു, തൂബാ യാ റസൂലല്ലാഹ് ദക്കർതു ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ തൂബാ തൂബാ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് തൂബാ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഹരം കൊണ്ടു. അപ്പൊ നബി കുറെ മുമ്പ് എന്നോ പറഞ്ഞിരുന്നു ഒരു തൂബ എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മരം സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞിരുന്നു, ആ മരമാണ് തൂബ എന്നൊരിക്കൽ പറഞ്ഞിരുന്നു. ആ തൂബ അവിടെ പിടിച്ചു വെച്ചതാ. എന്നിട്ട് ആ തൂബ അങ്ങനെ പറഞ്ഞിട്ട് അതിനിങ്ങനെ ആനന്ദം കൊള്ളുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ. തൂബ യാ റസൂലല്ലാഹ്. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഉണ്ട് സദസ്സിൽ. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, ഒരു മുന്നും പിന്നും ഇല്ലാതെ തൂബ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകും സിദ്ദീഖെ, ഹൽ ബലഗക മാ തൂബ, എന്താ ഈ തൂബ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞ തൂബ എന്താന്ന് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയെ, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ, എനിക്കറിയില്ല എന്താണ് നബിയെ തൂബ. അവിടുന്ന് പറഞ്ഞു, തൂബ ഷജറത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്, സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്, ആനന്ദകരമായ ഒരു വൃക്ഷം. ആ വൃക്ഷം മാ യഅലമു തൂലഹാ ഇല്ലല്ലാഹ്, അതിന്റെ നീളത്രയെന്ന് പടച്ച റബ്ബിന് എന്നെ അറിയൂ. യസീറു റാകിബു തഹ്ത ഹുസ്നിൻ മിൻ അഗ്സാനിഹ, ആ മരത്തിന്റെ ചില്ലയിൽ ഒരു ചില്ല, ആ ചില്ല നീണ്ടു നിൽക്കുന്ന തണലിൽ, ആ മരച്ചില്ലയുടെ തണലിൽ ഒരാൾ യാത്ര ചെയ്യും 70 ഖരീഫ, 70 വർഷം യാത്ര ചെയ്താലും തീരില്ല. അത്രയും നീളമുള്ള ചില്ലകള്, വളർന്നു പന്തരിച്ചു നിൽക്കുന്ന വറഖുഹൽ ഹുലൽ, അതിന്റെ ഇലകളൊക്കെ കണ്ടാൽ ഒന്നാന്തരം ഉടയാടകളാണ്. അതിന് ഉടുപ്പിച്ച് പുതപ്പിച്ചു വെച്ചതുപോലെ ഉടുപ്പിച്ച് പുതപ്പിച്ചു വെച്ച നല്ല പൊന്നുടയാടകൾ, അതാണ് അതിന്റെ ഇലകൾ. ആ കൊമ്പത്തൊരു പക്ഷി വന്നിരിക്കും, ഒട്ടകത്തെ പോലെയുള്ള പക്ഷി. റസൂലുള്ളാഹി പറയാൻ,
ഒട്ടകത്തിന്റെ വലിപ്പത്തിലുള്ള പക്ഷി. അപ്പോൾ ആ ഒട്ടകത്തിന്റെ വലിപ്പത്തിലുള്ള പക്ഷിയുടെ മാംസത്തിന്റെ നുഴൂമത്ത്, അതിന്റെ ഓമനത്വം റസൂൽ അങ്ങനെ വിവരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹുനാക ലത്വയ്റൻ നാഇമ, ഓമനത്വം തുളുമ്പുന്ന മിനുമിനുത്ത ശരീരമുള്ള പക്ഷി മാംസമൊക്കെ അവിടെ കിട്ടോ നബിയേ, എന്തോരാനന്ദമായിരിക്കും അതിന്റെ മാംസം എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻഅമു മിൻഹു മൻ യഅകുലുഹു യാ അബൂബക്കർ വ അൻത മിൻഹും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, അൻഅമു മിൻഹു, ആ പക്ഷിയേക്കാൾ മിനുമിനുത്ത ശരീരം, നല്ല തുടിച്ചു നിൽക്കുന്ന ശരീരം, നല്ല ഓമനത്വം തുളുമ്പുന്ന, കണ്ടാൽ അഴകുള്ള ശരീരമുള്ളത് ആ പക്ഷിക്കുണ്ട്. ആ പക്ഷിയേക്കാൾ നല്ല ശരീരമാണ് അത് തിന്നുന്ന ആൾക്ക്. മയ്യഉകുലുഹു, സ്വർഗാവകാശിയെ കാണാൻ എന്തൊരഴകായിരിക്കും സിദ്ദീഖേ. വഅൻത മിൻഹും ഇൻഷാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് നാളെ അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഭൂമിയിൽ നിന്നങ്ങ് സുവിശേഷം നൽകുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭൂമിന്ന് അറിയിക്കാൻ, ഭൂമിന്ന് വിവരം കൊടുക്കുക, നിങ്ങൾ നാളെ ആ കൂട്ടത്തിൽപ്പെട്ടത്. എന്തായിരിക്കും സിദ്ദീഖിന്റെ ഒക്കെ ഒരു ആനന്ദം. റസൂലുള്ളാഹി വാക്കണ്ട് കൊടുക്കുക, ഈ സ്വർഗാവകാശിയാണോ, അനക്ക് സ്വർഗത്തിലൊക്കെ തിന്നാ കുടിക്കുക റാഹത്തായിട്ട് കഴിഞ്ഞുകൂടാം. നമുക്ക് കിട്ടിയോ ഈ ഓഫർ? പ്രഖ്യാപിച്ചിരിക്കുന്ന ഓഫർ എത്തിപ്പിടിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് വെറുതെ കിട്ടിയതല്ല. ഇന്നലെ നമ്മൾ കേട്ടില്ലേ സിദ്ദീഖുൽ അക്ബറിനെ വെറുതെ കിട്ടിയതല്ല. സിദ്ദീഖിന് ഈ ഓഫർ അല്ലാഹു വെറുതെ കൊടുത്തതല്ല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മുന്നിലെത്തുമ്പോ ആ സ്വർഗം കിട്ടണോ, ഈ സുവിശേഷമൊക്കെ കിട്ടണോ, നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊരുങ്ങിയേ പറ്റൂ. നിർബന്ധമായും ഒരുങ്ങുക. ഞാൻ പറയട്ടെ, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ സംഭവമില്ലേ, ഇതെന്താ? സ്വർഗാവകാശികളിൽ ഉത്തമ വിഭാഗത്തിനുള്ള സ്വർഗമാണ്. അത് കിട്ടണമെങ്കിൽ എന്തു വേണം? ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരുപാട് സംഭവങ്ങളും. ഞാൻ ഇന്നലെ 2-3 സംഭവങ്ങളും പറഞ്ഞു. എന്തേ? വസ്സാബിഖൂന സാബിഖൂൻ, നന്മയുടെ പക്ഷത്ത് മുന്നേറണം കേട്ടോ. ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ അങ്ങ് തിരുത്തി നല്ല വഴിക്ക് നടക്കുക. എൻ്റെ ചെറുപ്പക്കാരാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഒരു നല്ല സംഗതിയാണ്. ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരിനാരിലല്ലാ അത്ഫഅതനാറലല്ലാ മിൻ വിർദിഹാ ശബിമി മൗലായ സ്വല്ലി വസല്ലം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതിന് ഇഹ്സാൻ. വസാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്, ഖുർആൻ ഓതാത്ത ഒരു ദിവസം എൻ്റെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവരുത്. തീരുമാനിക്കുന്ന ഈ സദസ്സൊന്ന് ഉറപ്പിക്ക്. ഡ്രൈവർമാരുണ്ട്, കണ്ടക്ടർമാരുണ്ട്, ചെത്തിപ്പടവുകാരുണ്ട്, സാധാരണ ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ VIPs ഉണ്ടാകും, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഒരു തീരുമാനം എടുക്ക്. സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് ഖുർആൻ ഓതാത്ത ഒരു ദിനം എൻ്റെ കരിദിനമാണ്. തീരുമാനിക്ക്. എൻ്റെ സുദിനമല്ലാതെ, എൻ്റെ സുദിനം ഖുർആൻ ഓതുന്ന ദിവസമാണ്, അല്ലാത്തേത് കരിദിനമാണ്. ഇപ്പം തന്നെ അങ്ങ് തീരുമാനിക്ക്, ഉറച്ചു വെക്ക്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഇഹ്സാനെന്ന് തോന്നിയോ, ആദ്യം ചിന്തിക്കേണ്ടത് ഞാനന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോന്നാ. ഇത് നമ്മളിങ്ങനെ ആകെ തട്ടിക്കൂട്ടി നമ്മൾ നോക്കണത്. കലണ്ടറൊക്കെ വലിച്ചിട്ടിട്ട് ഇന്ന് ഏർപ്പാടൊന്നും ഒരു തുമ്പും കിട്ടിയില്ല. എന്താ അറിയില്ല ഉസ്താദെ, കലണ്ടർ 4-5 ഒക്കെ ഉണ്ട്, അതൊക്കെ വലിച്ചിട്ട് നോക്കി, അതിലൊന്നും ഒരു നഹ്സും കാണുന്നില്ല. പിന്നെ എന്താ, കലണ്ടറിൽ ചിലപ്പോൾ ഇതിന് നഹ്സ് ഉണ്ടാവും, അങ്ങേ പുറത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒന്നും അർത്ഥം ഞാൻ നഹ്സ് ഉണ്ടെന്നും ഇല്ല എന്നൊന്നും പറയല്ലോ കേട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ചയിൽ പറയാം. അത് പറയല്ല, അതുണ്ടെന്നും ഇല്ല എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്, അത് വേറെ വിഷയം. അത് ആ ചർച്ചയിലേക്ക് ഇപ്പം ഞാൻ വരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യത്തിൻ്റെ ഒക്കെ മുമ്പ് നോക്കേണ്ടത് അന്ന് സുബഹിക്കരിച്ചോ, അന്ന് ഖുർആൻ ഓതിയോ എന്നൊക്കെയാണ്. അന്നില്ലെങ്കിൽ ഇപ്പം അറിഞ്ഞ സ്വർഗമൊന്നും കിട്ടുമെന്ന് വിചാരിച്ച ആരും പനിക്കണ്ട, കിട്ടൂല. ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാവരുതേ ഉണ്ടാവരുത്. അതെന്നെ നഹ്സ്. അപ്പം കലണ്ടർ ഒന്നും നോക്കിയിട്ട് പിന്നെ പിടുത്തം കിട്ടാഞ്ഞാൽ പിന്നെന്താ ചെയ്യാലോ. പിന്നെ അവൻ്റെ അടുത്ത ശ്രമം, ആരെ ഇപ്പം ഇന്ന് എണീക്കുമ്പോൾ തന്നെ കണിയേണ്ടത് അടുത്ത ഒരു നോക്കിങ്ങൾ വേണ്ടാത്ത പണി അതൊക്കെ. അപ്പം ഇങ്ങനെ ഓർമ്മ, ആ ശരിയാണ്, ഇന്ന് എണീക്കുമ്പോൾ തന്നെ കണ്ട അങ്ങീല അയമുട്ടിനെയാണ്. ഓനെ കണ്ടാൽ പിന്നെ ഒരു സുഖം കിട്ടുക എല്ലാ ദിവസം. പിന്നെ ആ സാധു ഏൽക്കണം എൻ്റെ എല്ലാ പാപ്പമാരും. ഏറ്റവും വലിയ അന്ധവിശ്വാസമല്ലേ ഇത്? ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഈമാനുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് കെണി കാണുക എന്ന പരിപാടി. അങ്ങനെ ഒന്നും ഇല്ല ഇസ്ലാമിൽ, പറയാനും പാടില്ല.
ദക്ഷണക്കേടൊക്കെ മറ്റോന് നമ്മക്കൊരു കുഴപ്പമില്ല. അപ്പോഴാണ് അവനോട് ഇങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ച് ഇങ്ങനെ തട്ടിക്കിഴിച്ച് മറ്റോനെ പറയുമ്പോഴാണ് ചോദിക്കണം, നിങ്ങൾ ഇന്ന് ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. പിന്നെ എവിടേക്ക് പോകണം? ഒന്നാമത്തെ നഹ്സ് ഉപ്പുരാക്കിയാണ്. ഇയാളാണ് ഏറ്റവും വലിയ നഹ്സ്. ഇയാൾ ഖുർആൻ ഓതാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട്. അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. ഖുർആൻ ഓതിയാൽ നിനക്ക് നരകത്തിന്റെ ചൂട് തണുപ്പിക്കാൻ കഴിയുമെന്ന് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഇൻ തത്രുഹാ ഖീഫതൻ മിൻ ഹർരി നാരിദ, നരകത്തിന്റെ തീയിന്റെ ചൂട് ഭയന്നുകൊണ്ട് നീ ഖുർആൻ ഓതിയാൽ നരകത്തിലെ തീ നിനക്ക് അണച്ചു കളയാൻ കഴിയും. മിൻ വിർദിഹ ശബിമി, തണുത്തുറഞ്ഞ ആ ഖുർആനിന്റെ പാനപാത്രം കൊണ്ട്, ഖുർആനിന്റെ തണുത്തുറഞ്ഞ പാനപാത്രം കൊണ്ട് വെള്ളമൊഴിച്ച് നിനക്ക് തീ അണച്ചു കളയാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? എന്നും ഖുർആൻ ഓതുന്നവൻ നരകത്തിൽ കടക്കൂല, അവന് രക്ഷപ്പെടാൻ കഴിയും. ഖുർആൻ ഓതണം ചെറുപ്പക്കാരാ. ഖുർആൻ ഓതാതിരുന്നാൽ പറ്റില്ല, എപ്പോഴും ഓതണം. ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ വാഖിയപ്പോൾ എല്ലാവരും ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഓതണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അല്ലിമൂ നിസാഅകും സൂറത്തുൽ വാഖിയ ഫഇന്നഹാ സൂറത്തുൽ ഗിന. റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിപ്പിക്ക് ചെന്നിട്ട് ഫഇന്നഹാ സൂറത്തുൽ ഗിന, അത് സമൃദ്ധിയുടെ അധ്യായമാണ്. അത് ഓതുന്ന വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും വരില്ല. ഭാര്യമാരോട് ഓദിക്കണം. അന്ന് ഭാര്യമാർക്ക് ഒരു പക്ഷേ ഓതാൻ അറിയില്ല, സഹാബത്ത് പോയി ഓതി പഠിപ്പിച്ചിട്ട് വേണം. കാരണം ഖുർആൻ നബിന്റെ അടുത്ത് ഓതിയല്ലേ അവർ കേൾക്കുന്നത്. ഇന്ന് നമ്മളെ ഭാര്യമാർക്ക് ഓതാൻ അറിയാം, അവരോട് ഓതിപ്പിച്ചാൽ മതി. അല്ലിമൂ നിസാഅകും സൂറത്തുൽ വാഖിയ ഫഇന്നഹാ സൂറത്തുൽ ഗിന. സദഖ റസൂലുള്ളാഹി. അപ്പൊ ഭാര്യമാർ ഓതട്ടെ, നമ്മൾ ഓതട്ടെ, കുട്ടികൾ ഓതട്ടെ, കുട്ടികളും ഓതണം. കുട്ടികളും പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ എന്ന് ഓതുക, ഖുർആൻ എന്ന് ഓതുക. ഖുർആൻ സുബഹിസ്കരിച്ചിട്ട് ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. നോക്ക് നിങ്ങൾ, നമ്മുടെ മൊബൈലുകളിലൊക്കെ തോന്നിവാസാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് പറയും. നേരെ മറിച്ച് ഒരു ഖുർആൻ ഉണ്ടെങ്കിൽ സുബഹിസ്കരിച്ചു ഖുർആൻ ഓതാൻ നിന്നാ ബസ് കിട്ടൂല. ശരി, ബസ് പോയിരുന്നു ഓതാൻ നിനക്ക്. ഒരു ഖുർആൻ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓതാം. അത് സ്ക്രീനിൽ തെളിയുമ്പോൾ അതുമായിട്ട് കക്കൂസുക്ക് പോകുന്ന നോക്കൊന്ന് കരുതണം എന്ന് മാത്രം. സ്ക്രീനിൽ തെളിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം അക്ഷരങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട്. സ്ക്രീനിൽ തെളിയാതിരിക്കുമ്പോൾ ആരോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, സംശയം ചോദിച്ചിരുന്നു, ഇതുകൊണ്ട് കക്കൂസ് പോകാൻ പറ്റുമോ? സ്ക്രീനിൽ തെളിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ എടുത്തു, അൽ ബഖറ സൂറത്തെ എടുത്ത് സ്ക്രീനിലിട്ട് അങ്ങനെ പോകാൻ പാടില്ല. അതേസമയം മറ്റേത് അല്ലെങ്കിൽ ഇപ്പോൾ ഹാഫിദിങ്ങൾക്കും കക്കൂസ് പോകാൻ കഴിയൂലല്ലോ, കുടുങ്ങിപ്പോകൂലേ. അപ്പം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, വിഷയം നല്ലതിന് വേണ്ടിയാണ് എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതിന് ഉപയോഗപ്പെടുത്താം. മുസ്ലിമിനൊന്നും നഷ്ടപ്പെടൂല. അപ്പം അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ദിവസം എൻ്റെ കരിദിനമായി പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇന്ന് മുതൽ തീരുമാനിക്കുക. അതിന് ഒന്നിനും ഒഴിവില്ലേ? പട്ടാണികളെ കണ്ടുപഠിക്കണം നമ്മൾ. ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടില്ല നിങ്ങൾ പട്ടാണികൾ? ഗൾഫുകാരായ സുഹൃത്തുക്കൾക്കറിയാം, പട്ടാണികൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അഥവാ ഒഴിവ് കിട്ടിയിട്ടില്ല, ആ ഖുർആൻ എടുത്തിട്ടും നടുങ്ങട് മറിച്ചിട്ട് ഒന്ന് മുത്തം വെക്കും അവർ. എന്നിട്ട് അവിടെ വെക്കും. ഓതാൻ ടൈമില്ലാത്തോണ്ടാട്ടോ. നോക്കി നിങ്ങൾ, ആ ഒരു ബഹുമാനേ അതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? നമുക്കെന്ത് മറഞ്ഞു ചാടിയൊരു മുസാഫ് എടുത്തു വെക്കാതെ ആയിരിക്കും നമ്മൾ പോവുക. അതാണ് അവരുടെയൊക്കെ മാറ്റം. കണ്ടുപഠിക്കണം. കുറേ ആളുകൾ പലതും അവരെ പഠിക്കരുത്, പക്ഷേ പലതും അവരെയൊക്കെ പഠിക്കാനുണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥാപിക്കങ്ങളുടെ ലിസ്റ്റിൽപ്പെടണമെങ്കിൽ നല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിക്കും വേണം. അതിന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കരുതിയത് ഹസനുൽ ബസരിയുടെ ചെറിയൊരു സംഭവം. ഹസനുൽ ബസരി പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് പറയാൻ ഇൻഷാ അല്ലാഹ് 3 മണിക്ക് നമ്മുടെ പരിപാടിയും കഴിയും. 3 മണിയാണല്ലോ നമ്മുടെ സമയം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വസാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം എന്ന ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറഞ്ഞൊരു സംഭവം. ഈ സ്വർഗം കിട്ടണമെങ്കിൽ ആരാവണമെന്ന് ഹസനുൽ ബസരിയുടെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് തിരിയും. ഹസനുൽ ബസരി പറഞ്ഞു, റഅയ്തു 70 ബദ്രിയ, എന്റെ ജീവിതത്തിൽ ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ? ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടിയല്ലോ. നമ്മളൊക്കെ ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടി, ബദരീങ്ങളെ നമ്മൾ ഓർത്തു, അവരെ നാം അനുസ്മരിച്ചു. ശരി, പക്ഷേ ബദരീങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം എത്ര പേര് ചിന്തിച്ചു? ബദരീങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം ആരെയും ചിന്തിക്കാൻ തയ്യാറായോ? എന്താ ബദരീങ്ങളാണ്ട്? റഅയ്തു 70 ബദരിയ, 70 ബദരീങ്ങളെ ഞാൻ കണ്ടു. ആരാ? ഹസനുൽ ബസരി താബിഈയല്ലേ, ആദ്യകാലത്തെ താബിഈയ. റസൂലുള്ളാഹിനെ കണ്ടവരാ സ്വഹാബി, സ്വഹാബിയെ കണ്ടവരാ താബിഈ. അതുകൊണ്ട് സഹാബത്തിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹസനുൽ ബസരി. അതും ബദറിൽ പങ്കെടുത്ത ആ സഹാബത്തിനെ വയസ്സുകാലത്ത് കണ്ടാൽ മതിയല്ലോ. 70 ബദരീങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
ആ 70 ബദരീങ്ങളുടെ സ്വഭാവം ബഹുമാനപ്പെട്ടവർ പറയാണ്, അവരെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കാനൂ ഫീമാ അഹല്ലല്ലാഹു ലഹും അസ്ഹദ മിൻകും ഫീമാ ഹറമല്ലാഹു അലൈക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് പഠിക്കാൻ മാത്രം എമ്പാടും ഇത് മതി. ഒരു സുഹൃത്തനോട് പറഞ്ഞു, ഉസ്താദേ ഇത് മതി ഒരു മനുഷ്യന് നന്നാവാൻ. ഹസനുൽ ബസ്രിയുടെ ഈ പ്രഖ്യാപനം, എന്റെ 70 ബദരീങ്ങളുടെ സ്വഭാവം പറഞ്ഞത്. കാനൂ ഫീമാ അഹല്ലല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് ഹലാലാക്കിയതിൽ അവരായിരുന്നു അസ്ഹദ, വിരക്തിയുള്ളവരായിരുന്നു. മിൻകും ഫീമാ ഹറമല്ലാഹു അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയതിലുള്ള വിരക്തിയേക്കാൾ അവർക്ക് അല്ലാഹ് ഹലാലാക്കിയതിൽ അവർക്ക് വെറുപ്പുണ്ടായിരുന്നു. പറഞ്ഞത് തിരിഞ്ഞോ? അല്ലാഹ് നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങളോട് നമുക്ക് എത്ര വെറുപ്പുണ്ടോ അതിനേക്കാൾ ഹലാല് വെറുക്കുന്നവരായിരുന്നു അവര്. എന്ന് പറഞ്ഞാൽ ഹലാല് ചെയ്യാൻ പേടിക്ക, പഠിച്ചോനെ അത് ഹറാമായി പോവെന്ന് പേടിച്ചിട്ട്. സംഗതി ഹലാലാന്ന് ഓൽക്ക് അറിയാം, അല്ലാഹ് പറഞ്ഞതാണ് അനുഭവിച്ചതാന്നൊക്കെ അറിയാം. എന്നാലും അത് ആ ഹലാൽ എടുത്തപ്പോൾ ഞാൻ പരലോക ചിന്ത എനിക്ക് പോകുമോ? ഹലാലൊക്കെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒപ്പം പോയാൽ ദുന്യാവിൻ്റെ ഒപ്പം പോയാൽ ഞാൻ കുടുങ്ങോ എന്ന് കരുതിയിട്ട് ഹലാലിനെ നമ്മൾ ഹറാമിനെ ഭയപ്പെടുന്നതിനേക്കാൾ ഭയപ്പെട്ടിരുന്നു. ഹറാമിൽ വീണോകോ എന്ന് ഭയന്നിട്ട്. കണ്ടങ്ങൾ, ഇതാണ് ബദരീങ്ങളുടെ സ്വഭാവം. ബരാ സാബിക്കീങ്ങൾ കഴിഞ്ഞില്ല. വകാനൂ ബിൽ ബലാഇ അശദ്ദ മിൻകും ഫർഹം ബിർറഹാ, അവര് നിങ്ങളൊക്കെ അനുഗ്രഹത്തിൽ ആഹ്ലാദിക്കുന്നതിനേക്കാൾ പരീക്ഷണത്തിൽ ആഹ്ലാദിക്കുന്നവരായിരുന്നു. നമുക്കൊക്കെ ഒരു അനുഗ്രഹം വരുമ്പോൾ എത്ര ആഹ്ലാദം ഉണ്ടാവുമോ അതേ ആഹ്ലാദാണ് ഓൽക്ക് എന്ത് ഒരു പരീക്ഷണം വരുമ്പോൾ ഉണ്ടായിരുന്നത്. അല്ലാഹ് എനിക്ക് ഒന്നും കൂടെ ഇട്ട് തന്നല്ലോ സ്വർഗം പിടിക്കാനുള്ള മാർഗം. അങ്ങനെ ഓൽക്ക് പരീക്ഷണങ്ങൾ. നമുക്കിപ്പോ വലിയ മോൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. നമുക്ക് നല്ല സന്തോഷം, ഉള്ള നിറയെ സന്തോഷിക്കും. ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്തി എന്ന് പറഞ്ഞാൽ ഭാര്യ നന്നായി സന്തോഷിക്കും. പക്ഷേ ഭർത്താവ് മരിച്ചു എന്ന് കേട്ടാലോ, ഗൾഫിൽ വെച്ച് പോയി. അപ്പോൾ അസ്ഹാബുൽ ബദറിന് ഗൾഫിൽ നിന്ന് എത്തി എന്ന് പറഞ്ഞാൽ അതേ സന്തോഷമാണ് മരിച്ചു എന്ന് പറഞ്ഞാലും. എന്താ കാരണം? അതിന് ഞാൻ ക്ഷമിക്കുമ്പോൾ എനിക്ക് പ്രതിഫലം അങ്ങനെ കൂടുമല്ലോ. അവരങ്ങനെയാ. വകാനൂ ബിൽ ബലാഇ അശദ്ദ മിൻകും ഫർഹ, പരീക്ഷണങ്ങളിൽ നിങ്ങളെക്കാൾ സന്തോഷമുള്ളവരാ. ബിർറഹാഇ, അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതിലേറെ പരീക്ഷണത്തിൽ സന്തോഷിക്കുന്നവരാണവർ. എന്താണ് അസ്ഹാബുൽ ബദറിന്റെ പവർ? കഴിഞ്ഞില്ല. എന്നിട്ട് ഹസനുൽ ബസ്രി പറയാണ്, ഞാൻ കണ്ട 70 ബദരീങ്ങളെ നിങ്ങൾ കണ്ട എന്ത് പറയുന്നറിയോ? ലൗ റഅയ്തുമൂഹും, നിങ്ങളവരെ കണ്ടാൽ, ഹലാലായതുപോലും പേടിച്ചിട്ട് മാറ്റി ഇങ്ങനെ വെക്കണ ആ രംഗങ്ങൾ കണ്ടാലേ, കുൽത്തും നിങ്ങൾ പറയും മജാനീൻ, നിങ്ങൾ പറയും അവർക്ക് വട്ട് കേസാണ്, മജാനീൻ മജ്നൂൻ ഭ്രാന്തന്മാരാണ് എന്ന് പറയും നിങ്ങൾ അവരെ പറ്റി. നിങ്ങൾ ഓരെ കണ്ടാൽ സുഖമില്ലാത്തൊരു ടീം ഇട്ടോന്നേ പറയുള്ളൂ. അല്ലാഹ് ഹലാലാക്കിയത് പോലും എടുക്കണില്ല, വല്ലാത്തൊരു സുഖമില്ലാത്ത ടീം, നമ്മൾ അങ്ങനെ പറയാം. ഹസനുൽ ബസ്രി പറയാം, നിങ്ങൾ അവരെ കണ്ടാൽ എങ്ങനെ പറയും? എന്നാൽ അവര് നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമരെ കണ്ടാൽ, നിങ്ങളെ കൂട്ടത്തിലെ ടോപ്പ് മുത്തഖീങ്ങളുണ്ടല്ലോ അവര് കണ്ടാലോ എന്താ പറയാ? കാലു, അവർ പറയും മാലിഹാഉലായി മിൻ ഖലാഖ്, ഇവർക്കൊന്നും പരലോകത്ത് അത്രയൊന്നും കിട്ടാനില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്തോലല്ല എന്ന് പറയും. ആരെ? നിങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല മട്ടത്തിൽ നടക്കണോലെ കണ്ടാല്. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ അശ്റാറിനെ കണ്ടാലോ? അശ്റാറക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വേണ്ടാത്തരം ചെയ്യുന്ന തിന്മയുടെ കൂത്തരങ്ങ് തകർക്കുന്ന കൂട്ടുകാരെ കണ്ടാൽ, ഹക്കമു, അവരെപ്പോഴോ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാകും, ബിഅന്നഹും ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്, യൗമുൽ ഹിസാബ് കൊണ്ട് വിശ്വസിക്കാത്ത കക്ഷിയാവര്. നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കാത്ത മാപ്പിളാരല്ലോ എന്ന് പറയും. യൗമുൽ ആഖിറ കൊണ്ട് വിശ്വസിക്കാൻ ഞാൻ മാപ്പിളല്ല വരൊന്നു പറയും. നമ്മളെ കൂട്ടത്തിൽ പെട്ട മോശക്കാരെ കണ്ടാൽ ഇത് ആരാ പറയണത്, അതും കൂടെ ചിന്തിക്കണം. ഹസനുൽ ബസ്രി ആരോട്? ഹസനുൽ ബസ്രിന്റെ കാരക്കാരോട്. അപ്പൊ നമ്മളെ കണ്ടാലോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മളെ കണ്ടാ ബദരീങ്ങൾ എന്താ പറയാ? ഈ കാലത്തുള്ള നമ്മളെ കണ്ടാലും, നമ്മളെ അശ്റാറിനെ കണ്ടാ ബദരീങ്ങൾ എന്തു പറയും? ഇവര് മൃഗങ്ങളാണെന്ന് പറയൂലേ? ഉറപ്പാണ്. നിങ്ങൾ ചിന്തിക്കണം. ഹകമൂ ബിഅന്നഹും ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ് വഇന്നുരിദ അലൈഹിമുൽ ഹലാലു മിനൽ മാൽ തറകൂഹു ഖൗഫൻ മിൻ ഫസാദി ഖുലൂബിഹിം, ഹലാലായ സ്വത്ത് പോലും അവർക്ക് സമർപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് ഖൽബ് ഫസാദായി പോകോ എന്ന് ഭയന്നിട്ട് അവരത് ഉപേക്ഷിക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞത്? പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാ നമ്മളെക്കുറിച്ച് അവർ വിലയിരുത്തുന്നു പറയാൻ കാരണം എന്താ?
എന്തേ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പരലോകത്തിൽ വിശ്വാസമല്ല. ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടോ? വെറുതെ ബടായി പറയാ സഹോദര. അങ്ങനെ ഒരു വിശ്വാസം വെറുതെ പറയാ, നമുക്ക് അങ്ങനെ അല്ല. ഉണ്ട് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഇല്ല, സംഗതി ഇല്ല. പരലോകത്ത് നമുക്ക് ഒരു ഈമാനുമില്ല. അത് തെളിയിക്കാൻ ഒരു മഹാനൊരു ഉദാഹരണം പറഞ്ഞു. അതും കൂടെ പറഞ്ഞ് എൻ്റെ വേദി ഇന്ന് സമാപിക്കുകയാണ്. സ്വലാത്തും ചൊല്ലാൻ പിരിയ. ഒരു സഹോദരൻ പറഞ്ഞു, ഒരു മഹാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു ഉദാഹരണം. ഇത് ശരിക്കും തലയിൽ കയറിട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പരലോകത്ത് നമുക്ക് വിശ്വാസം, തെറ്റ് ചെയ്യുന്നവർക്ക് പരലോകത്ത് വിശ്വാസമില്ല എന്ന് ബദരീങ്ങൾ എന്താ വിലയിരുത്താൻ കാരണം? അതിന് തെളിവ് പറയാണ്. ഒരു മഹാൻ പറഞ്ഞു, ഇവിടെ ഒരു റൂം, തൊട്ടടുത്ത് വേറെ ഒരു റൂമും. ഈ റൂം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ബെഡ്, തലയിണ, നേരത്തെ പറഞ്ഞ അലാ സുറുരി മൗദൂന മുത്തക്കീന അലൈഹ മുത്തഖാബിന, നല്ല സുഖ, നല്ല റാഹത്തുള്ള, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, കരണ്ട് ഉണ്ട്, കാറ്റുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉള്ളൊരു സൗകര്യപൂർണമായൊരു റൂം. അതിൻ്റെ ഉള്ളിൽ അതാ നല്ല ഒരു മധുര 17കാരി അല്ലെങ്കിൽ ഒരു 20-21കാരി, നല്ല റാഹത്തുണ്ട്, നല്ല ഒരു ലോക സുന്ദരിയാണ്. ആ സുന്ദരിയുടെ അടുത്തേക്ക് 4 പേര് കയ്യും പിടിച്ച് നിന്നെ കൊണ്ടുപോയി റൂം ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഇന്ന് രാത്രി നേരം വെളുക്കോളും ഇവളുടെ കൂടെ ആസ്വദിച്ചോ. നിന്നോട് തടസ്സം പറയാനുണ്ടാകൂല, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരാൾ പറഞ്ഞു. ചാവിയാണ് കൊടുത്താൽ ഈ റൂമിന്റെ ചാവി അവൻ വാങ്ങൂലേ? വ്യഭിചാരം ഹറാമാണെന്നുള്ളതൊക്കെ മാറ്റിയച്ചാളാ. എന്തിന്? ഈ ഉദാഹരണം തിരിയാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളി. വ്യഭിചാരം ഹറാമല്ല, എന്തിന്? ഇതിനു വേണ്ടി. ഈ ഉദാഹരണം മനസ്സിലായി, അപ്ലൈ ചെയ്ത് ശരിക്കും തലയിൽ കയറും. അള്ളാനെ പേടിച്ചിട്ട് റസൂലിനെ പേടിച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ സംഗതിയാണ്. അതൊന്നുമല്ല, അങ്ങനെ ഹറാമാക്കിയ ഒരു കാര്യമൊന്നും അല്ലാന്ന് വെച്ചോ. എന്നാൽ ഈ ചാവി വാങ്ങൂലേ? കൊടുത്തത് ആരെ കയ്യിലാണ്? ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ. 13 തൊട്ട് 19 വരെ ആണല്ലോ സെക്സ് പൊട്ടുന്ന പ്രായം. അവിടെ അങ്ങോട്ട് നിയന്ത്രണം ഉണ്ടാവാം. 13 മുതൽ 19 വരെ അവിടെ മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടീനേജിൽ, ടീൻ എന്നതിൽ അവസാനിക്കുന്ന പ്രായം 13, 14, 15 അതാണ് ആ യുഗം, ആ ഏജ്, അതാണ് ആ പ്രായം, അതാണ്. അപ്പൊ ആ പ്രായത്തില് കൗമാരപ്രായത്തിലാണ് തൊട്ടാ പൊട്ടുന്ന ലൈംഗികത, സെക്സ് ദാഹം ഉണ്ടായിരിക്കുക. ആ സെക്സ് ഉള്ള ഒരാൾ ഒരു 19, 18 വയസ്സായ ചെറുപ്പക്കാരന്റെ കയ്യിലാന്ന് വെച്ചോ. 19 വയസ്സ് വരെയാണ് അതിന്റെ കാലം, 19 വരെ. അപ്പൊ ആ 19ാമത്തെ വയസ്സോ 18 വയസ്സോ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് കൊടുത്തത്. വാങ്ങൂലേ? ആ മഹാൻ പറഞ്ഞു, വാങ്ങും. വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അയാളുടെ ഞരമ്പിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഞരമ്പിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആരോഗ്യവാനാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഏതാവട്ടെ, വാങ്ങി കയറാൻ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പറഞ്ഞു, എടാ ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി. തൊട്ടടുത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു റൂമുണ്ട്, അതെനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. അതെ, അത് കാണിച്ചോ. ആ റൂം തുറന്നു. സുബ്ഹാനല്ലാഹ്, ഇയാൾ ഇങ്ങനെ ഞെട്ടി. ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതെന്താ? തീയിന്റെ ഫില്ലറാണല്ലോ, പഴുത്ത് നിൽക്കുന്ന ഫില്ലറുകൾ, ബഡാവബൻ ഫില്ലറുകൾ, തീയിന്റെ വലിയ വലിയ ഫില്ലറുകൾ. ആ തൂൺ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ ചോദിച്ചു, എന്താ ഈ തീത്തൂൺ? എന്താണ് ഈ തീയിന്റെ തൂൺ? എന്തിനാണിത്? ഇവർ പറഞ്ഞു, നേരത്തെ പറയാൻ വിട്ടുപോയതാ. ഇന്ന് രാത്രി 8 മണിക്ക് നീ ഇവളവിടെ കൂടെ കിടന്നോ, നാളെ 8 മണിക്ക് എഴുന്നേറ്റാൽ മതി രാവിലെ. പക്ഷെ എഴുന്നേറ്റ ഉടനെ നിന്നെ അവളെയും പിടിച്ചിട്ട് 2 തൂണിലും ഞങ്ങൾ ഒരു 5 മിനിറ്റ് കിട്ടും, കൂടുതലില്ല, 5 മിനിറ്റ്. അതിന് എത്ര മണിക്കൂറാ? 10 മണിക്കൂറോളം സുഖിക്കാൻ സമയം കൊടുത്തു. എന്നിട്ട് ആകെ ഒരു 5 മിനിറ്റ് ഈ 2 തൂണിലും നിന്നെ കെട്ടിയിടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നീ മഹാൻ ചോദിക്കാൻ. ഉടനെ തന്നെ ചാവി തിരിച്ചു നീട്ടും, അല്ലേ? അപ്പൊ എന്തേ? ഇവര് ചോദിക്കും, എന്തേ? ഒന്നുമല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അല്ല, ഇയല്ല എത്ര ഉഷാറിൽ വാങ്ങി, ഒന്നും വേണ്ടാഞ്ഞിട്ടാ. എന്തേ കാരണം? ശിക്ഷയിൽ ഈമാനുണ്ട്. നാളെ എനിക്ക് ഈ ശിക്ഷ കിട്ടുന്ന ബൻ ഉറപ്പാണ്. ഈ സൗകര്യമൊക്കെ ചെയ്തു തന്നവർക്ക് എന്നെ ശിക്ഷിക്കാനും കഴിയുന്ന ഉറപ്പാണ്. അപ്പൊ ആ ശിക്ഷയിൽ ഈമാൻ ഉണ്ടായപ്പോ കണ്ടങ്ങൾ ഏത് ഞരമ്പ് രോഗിയും, എത്ര വലിയ ഞരമ്പ് രോഗിയാണെങ്കിലും ശരി, 6 വയസ്സുകാരിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച സാക്ഷാൽ സെബാസ്റ്റ്യൻ, നമ്മൾ പത്രത്തിൽ വായിച്ചു പണ്ടൊരു ക്രിസ്ത്യാനിയെ കുറിച്ച്, അവനാണെങ്കിലും ശരി, ഖൈറുന്നിസയെ പീഡിപ്പിച്ച അബ്ദുൽ ഖാദർ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എത്ര വലിയ ഞരമ്പ് രോഗിയാണെങ്കിലും ശരി, തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്താ കാരണം? നാളെ തന്നെ എനിക്ക് ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ അത് തന്നെയല്ലേ പടച്ചോനും പറഞ്ഞത്. പടച്ചോൻ പറഞ്ഞ ഇങ്ങനെയല്ല, 5 മിനിറ്റ് സൂചിച്ചാൽ കാലാകാലം കെട്ടിയിടുന്ന ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള അഗ്നി തൂണുകളിൽ നിന്നെ പിടിച്ചു ബന്ധിപ്പിക്കുമെന്നല്ലേ അള്ള പറഞ്ഞത്. എന്നിട്ട് എന്തേ ഈ കൂത്താടി നടക്കുന്നത്?
അതേ ഈമാനായിട്ടില്ല. അവിടെയായി നിങ്ങൾ നബിന്റെ ഹദീസ് വായിക്കേണ്ടത്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിശ്വാസമുള്ളവനായിട്ട് വ്യഭിചരിക്കാൻ കഴിയില്ല. അപ്പൊ വ്യഭിചരിക്കുമ്പോ ആഖിറത്തിനെ കുറിച്ച് വിശ്വാസമില്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണം റഹ്മാനേ. അപ്പൊ അതാണ് ഉറപ്പാണ്. അല്ല പറഞ്ഞത് ഇതിന്റെ നേരെ തല തിരിച്ചാ. ഇവിടെ പറഞ്ഞ് 5 മിനിറ്റ് കെട്ടിയിടുന്ന കുറെ നേരം സുഖിക്കുന്നതിന്, അവിടെ പറഞ്ഞ് നേരെ തിരിച്ചാ. ഫിയമതി മുഹമ്മദ്, നീ കാലാകാലം സുഖിച്ചാൽ, 5 മിനിറ്റ് സുഖിച്ചാൽ, അല്ലെങ്കിൽ 1 മിനിറ്റും ഉണ്ടാവില്ല ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരു ദുനിയാവ്. അവിടെ സുഖിച്ചാൽ നിന്നെ തീർച്ചയായിട്ടും കാലാകാലം കെട്ടിയിടും. ഇത്ര ഗൗരവമുള്ള കേസാണ്.